പ്രിയപ്പെട്ട കുട്ടികളെ, നമസ്കാരം. നമ്മുടെ ഈ മൂന്നാമത്തെ യൂണിറ്റിലെ സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ എന്ന യൂണിറ്റിലെ നമുക്ക് ഇനി പഠിക്കാനുള്ള ഒരു നോവലിന്റെ ഒരു ഭാഗമാണ് യുദ്ധത്തിന്റെ പരിണാമം. അല്ലെ, അത് എഴുതിയത് പ്രശസ്ത നിരൂപകനായിട്ടുള്ള കുട്ടിക്കൃഷ്ണമാരാരാണ്. നമുക്കറിയാം, അദ്ദേഹം ഈ മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള തൃപ്രങ്ങോട്ട് അവിടെയുള്ളൊരു ഒരു ഇല്ലത്ത്, ഒരു ഒരു വാര്യരുടെ വീട്ടിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. മാരാരായിരുന്നു അദ്ദേഹം. അപ്പോ എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ നമ്മുടെ മലയാള സാഹിത്യത്തിലെ ഏറ്റവും വലിയ വിമർശകൻ എന്നൊക്കെയാണ് അദ്ദേഹത്തിന് പറയുന്നത്. അദ്ദേഹത്തിന് പൗരസ്ത്യ സാഹിത്യ ദർശനങ്ങളാണ് അദ്ദേഹത്തിന്റെ വിമർശനങ്ങളുടെ കാതല്. അദ്ദേഹത്തിന്റെ കൃതികളാണ് ഭാരത പര്യടനം, മലയാള ശൈലി, രാജാങ്കണം, ചർച്ചായോഗം, ദന്തഗോപുരം, കലജീവിതം തന്നെ, വൃത്തശില്പം തുടങ്ങിയ കാര്യങ്ങൾ. അപ്പൊ ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പിന്നെ കുട്ടിക്കൃഷ്ണമാരാരുടെ ഏറ്റവും പ്രസിദ്ധമായതാണ് ഒരു കൃതിയാണ് ഭാരത പര്യടനം. അതിൽ ഒരുപാട് വിവാദങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു കൃതിയും കൂടിയാണ് അത്. അതായത് ശ്രീ മഹാഭാരതത്തെ ഇതിവൃത്തമാക്കി മാരാർ വിമർശനാത്മകമായിട്ട് എഴുതിയ കൃതിയാണിത്. അല്ലെ, ഇതിഹാസ കഥാപാത്രങ്ങളുടെ മാനുഷിക ഭാവങ്ങൾ ഇതിൽ കണ്ടെത്താൻ മാരാർ ശ്രമിച്ചിട്ടുണ്ട് എന്നാ പറയണത്. അപ്പോ അതാണ് നമ്മുടെ ഒരു കാര്യങ്ങൾ. അപ്പോ യുദ്ധത്തിന്റെ പരിണാമം, അല്ലെങ്കിൽ മഹാഭാരത യുദ്ധം, അതിന്റെ പരിണാമം എന്തായിരുന്നു എന്നാണ്. കുരുക്ഷേത്ര യുദ്ധം അല്ലെങ്കിൽ മഹാഭാരത യുദ്ധം, അതിന്റെ പരിണാമം എന്തായിരുന്നു? നമുക്കറിയാം, ഏത് യുദ്ധമാണെങ്കിലും അതിന്റെ പരിണാമം വളരെ ദുരന്തപൂർണമായിരിക്കും, അല്ലെ? അപ്പോൾ നമ്മുടെ ആധുനിക യുദ്ധങ്ങളൊക്കെ നമുക്കറിയാം. പിന്നെ ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധമൊക്കെ നമുക്ക് അറിയാം, അല്ലെ? അതിലെ ഈ ഐൻസ്റ്റീൻ ആണ് ബോംബിൻ കണ്ടുപിടിച്ചോട് കൂടിയിട്ട് സർവനാശം വിതയ്ക്കുന്നതായി മാറി. രണ്ട് ലോകമഹായുദ്ധവും നമുക്ക് അതാണ് തന്നിട്ടുള്ളത്, അല്ലെ? ഹിരോഷിമ നാഗസാക്കിയിലെ സെക്കൻഡ് വേൾഡ് വാർ തന്നിട്ടുള്ള ആ ഒരു ദുരന്തം ഇന്നും നമ്മളെ ഓർക്കുകയാണ്. അവിടെയൊക്കെ ആകെ അണുബോംബ് വർഷിച്ചതോടുകൂടി, ലിറ്റിൽ ബോയ് വർഷിച്ചതോടുകൂടി എന്താ ഉണ്ടായത്? ഇപ്പോഴും അവിടെ ജനിക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ വരുന്ന ആ ഒരു അവസ്ഥാവിശേഷം വളരെ ദയനീയമാണ്, അല്ലെ? കണ്ണ് യഥാർത്ഥ സ്ഥാനത്ത് കണ്ണുണ്ടാവില്ല, വായ യഥാർത്ഥ സ്ഥാനത്തല്ല, അവർക്ക് തലയൊക്കെ തിരിഞ്ഞു വരുന്ന ഒരു അവസ്ഥ. അപ്പൊ അത്രയും ശക്തമാണ് ആ അണുബോംബ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്താണെങ്കിലും ഇനിയിപ്പോ നമ്മളെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ അണുബോംബ് ഉപയോഗിച്ചോടുകൂടി പിന്നെ ആകെ ഭൂമിയിൽ നമ്മുടെ മനുഷ്യവംശം തന്നെ ഉണ്ടാവില്ല, പിന്നെ പഴയ രീതിയിലേക്ക് പോകുന്ന പറഞ്ഞത്. അതുകൊണ്ടാണ് ഒരു നാലാം ലോകമായുധം പിന്നീട് വരികയാണെങ്കിൽ നമ്മളൊക്കെ മനുഷ്യരെ കല്ലും മരവും ഉപയോഗിച്ചിട്ടായിരിക്കും യുദ്ധം ചെയ്യുക, ആയുധം ശേഖരിച്ച് യുദ്ധം ചെയ്യുക എന്നാ പറയണത്. ഇത് പറഞ്ഞ H.G. വെൽസ് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ ആയിരിക്കും നമ്മളെന്ന് പറഞ്ഞത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞത്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ അതിന്റെ പരിണാമം വളരെ ദുരന്തമാണെന്ന് നമുക്ക് ഏത് കാലത്തെ യുദ്ധമാണെങ്കിലും അത് എങ്ങനത്തെ യുദ്ധമാണെങ്കിലും അത് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് നമുക്കറിയാം. നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, ചരിത്രത്തിലൂടെ നമുക്ക് കിട്ടിയ അനുഭവങ്ങളാണത്. എന്തായാലും നമുക്ക് കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുമ്പോൾ നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ നമുക്കറിയാം. കൗരവന്മാരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധമാണ് കുരുക്ഷേത്ര യുദ്ധം, അല്ലെ? അതായത് അപ്പൊ നമുക്ക് അതിന്റെ ഒരു പുരാണ കഥയുമായി ബന്ധപ്പെട്ട്, മഹാഭാരതത്തിലെ പുരാണ കഥയുമായി ബന്ധപ്പെട്ട് കുറെ കഥാപാത്രങ്ങൾ നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതെന്താണെന്ന് നോക്കിയിട്ട് ഞാനൊന്ന് പറയാം. ഒരു വംശാവലി, അതായത് ഈ പരാശര മുനിയുടെ മകനാണ് വ്യാസൻ, അല്ലെ? പരാശര മുനിക്ക് മുക്കുവത്തിയിലുണ്ടായ ഒരു മകനാണ് വ്യാസൻ എന്ന് പറയുന്നത്. കൃഷ്ണദ്വൈപായനൻ എന്നും അദ്ദേഹത്തിന് പേരുണ്ട് കേട്ടോ. അപ്പോ ഈ വ്യാസന് 2 മക്കളാണ്, ധൃതരാഷ്ട്രന്, പാണ്ഡു. അപ്പോ ധൃതരാഷ്ട്രയുടെ പത്നിയാണ് ഗാന്ധാരി. അവർക്ക് 101 മക്കള് ഉണ്ടായി, 100 ആണുങ്ങളും ഒരു സഹോദരി, അവർക്ക് സഹോദരിയായിട്ടുള്ള ദുഷള എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയും. അപ്പോ പാണ്ഡുവിന് 5 മക്കളാണ്. അതില് പാണ്ഡുവിന്റെ ഭാര്യയാണ് കുന്തി ദേവി. അതില് നമുക്കറിയാം
ധർമ്മപുത്രര് അർജുനൻ, ഭീമൻ, അത് കുന്തിദേവിയുടെ പുത്രന്മാരാണ്. പിന്നെ പാണ്ഡവന്റെ മറ്റൊരു ഭാര്യയാണ് മാദ്രി. അവർക്ക് 2 മക്കളുണ്ടായി, നകുല സഹദേവന്മാര്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കറിയാം ഇതിലെ പിന്നെ അങ്ങനെ അങ്ങനെ 5 പേരാണ് അവർക്ക്. പിന്നെ ഈ അർജുനൻ സുഭദ്രയെ കല്യാണം കഴിച്ചു, അല്ലെ? സുഭദ്രയെ അർജുനൻ കല്യാണം കഴിച്ചു. അവർക്കുണ്ടായ കുട്ടിയാണ് അഭിമന്യു. അഭിമന്യു ഉത്തരയെ കല്യാണം കഴിച്ചു. ആ ഉത്തരയ്ക്കുണ്ടായ കുട്ടിയാണ് പരീക്ഷിത്ത്, അല്ലെ? പരീക്ഷണ അടിസ്ഥാനത്തിലുണ്ടായ കുട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഉത്തരയുടെ ഗർഭസ്ഥ ശിശുവിനെയാണ് ഈ ഇതിലെ അവസാനത്ത് നമ്മൾ കാണുന്നത്. ആ ഗർഭസ്ഥ ശിശുവിനെ നശിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് അശ്വത്ഥമാവ് ചെയ്യുന്നത്, അല്ലെ? ഗർഭസ്ഥ ശിശുവിലേക്കാണ് ബ്രഹ്മശിരോസ്ത്രം പ്രയോഗിക്കുന്നത്. അതൊക്കെ നമുക്ക് ഈ ഒരു കഥയുടെ അവസാനത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണെങ്കിലും ഇതാണ് നമ്മുടെ ഈ ഒരു വംശാവലി നിങ്ങൾ മനസ്സിലാക്കുക, കഥാപാത്രങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പൊ നമുക്കത് ആവശ്യം വരുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും നമ്മളെ ഈ കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഭാരത യുദ്ധം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഒരു കരാറ് ചെയ്തു. ഏട്ടനും അനിയനും തമ്മിലുള്ള, ഏട്ടനും പിന്നെ അനിയനും അവരുടെ മക്കൾ തമ്മിലുള്ള യുദ്ധമാണല്ലോ, അല്ലെ? ധൃതരാഷ്ട്രയുടെയും പാണ്ഡുവിന്റെയും മക്കൾ തമ്മിലുള്ള യുദ്ധമാണ്. കൗരവരും പിന്നെ പാണ്ഡവരും തമ്മിലുള്ള യുദ്ധമാണ്. അപ്പൊ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അതിനൊരു കാരണം, യുദ്ധം തുടങ്ങാൻ കാരണം തന്നെ നമുക്ക് പറയുന്നുണ്ട് വെച്ചെങ്കില് ഇവർക്ക് അവകാശപ്പെട്ട സ്ഥലം കൊടുത്തില്ല, അല്ലെങ്കിൽ രാജ്യം കൊടുത്തില്ല. ശരിക്ക് ഈ പിന്നെ കൗരവന്മാർക്ക് എന്ന് പറഞ്ഞാൽ അവരൊക്കെ വ്യാസന്റെ പിന്നെ 2 മക്കളാണ്, ധൃതരാഷ്ട്രരും പാണ്ഡുവും. അപ്പോ എന്താണെങ്കിലും 2 പേർക്കും തുല്യ അവകാശമാണ് ശരിക്കും രാജ്യം. പക്ഷെ അത് ധൃതരാഷ്ട്രന്റെ മക്കളായിട്ടുള്ള 101 പേരും അവരുടെ ഇല്ലെങ്കിൽ ഈ ഭാരതം മുഴുവൻ അവരാണ് പിടിച്ചു വെച്ചത്. അപ്പോ പാണ്ഡുവിന്റെ മക്കൾക്ക് ഒരു പകുതി രാജ്യം കൊടുക്കേണ്ടതാണ്, പക്ഷെ കൊടുത്തില്ല. അപ്പൊ അത് ശ്രീകൃഷ്ണനൊക്കെ ഇടപെട്ടിട്ട് പറഞ്ഞു, ഒരു 5 ഗ്രാമങ്ങളും കൊടുക്കാൻ പറഞ്ഞു. 5 മക്കളാണല്ലോ, 5 ഗ്രാമങ്ങളും കൊടുക്കാൻ പറഞ്ഞു. അതും കൊടുക്കില്ല എന്ന് പറഞ്ഞു. 5 വീട് കൊടുക്കാൻ പറഞ്ഞു. അതും കൊടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് 5 പേർക്കും കൂടി ഒരു കിടന്നുറങ്ങാനൊരു വീടെങ്കിലും കൊടുക്കുക, അതും കൊടുക്കില്ല. ഒരു സൂചി കുത്താൻ പോലും സ്ഥലം കൊടുക്കില്ല എന്ന് പറഞ്ഞ അത്രയും ശാഠ്യം പിടിച്ച ആളാണ് ദുര്യോധനാദികള്. അപ്പൊ അവസാനം പിന്നെ യുദ്ധമല്ലാതെ നിവൃത്തി ഉണ്ടായിട്ടില്ല. അതാണ് ഭാരതത്തിന് കാരണമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണെങ്കിലും യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കരാറൊക്കെ വെച്ചു. ആ കരാർ എന്ന് പറയുമ്പോൾ ആ കരാറാണ് പിന്നെ നോക്കൂ, എന്താ കരാറ്? യുദ്ധം നടക്കാത്ത സമയങ്ങളിൽ ഇരുകക്ഷിയും പണ്ടേ പോലെ പരസ്പരം പ്രീതിയോടെ വർത്തിക്കണം. അപ്പൊ അന്ന് എന്തായാലും പറയാന്ന് കരാറൊക്കെ വയ്ക്കുന്നത് അന്നത്തെ ഈ പിന്നെ പ്രമുഖ ആൾക്കാരൊക്കെ അന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പറയുമ്പോൾ തന്നെ ഭീഷ്മ പിതാമഹന്മാര്, ദ്രോണര്, അല്ലെ? അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ആൾക്കാര്, അങ്ങനെ അവരൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു കരാർ തന്നെ വെച്ചു. ഇവരൊക്കെ ഒരു അങ്ങോട്ടും യുദ്ധം ചെയ്യുകയാണെങ്കിലും കരാറ് വേണം എന്നുള്ള അടിസ്ഥാനത്തിൽ കരാറ് വെച്ചു. അപ്പോ എന്താണെങ്കിലും യുദ്ധം നടക്കാത്ത സമയങ്ങളിൽ എന്താണ്, 2 കൂട്ടരും പണ്ടേ പോലെ പരസ്പരം പ്രീതിയോടെ സ്നേഹത്തോടു കൂടി വർത്തിക്കണം. പിന്നെ യുദ്ധം തുടങ്ങിയാലേ പിന്നെ ഗജാസുര രഥങ്ങളിൽ ഇരിക്കുന്നവർ ആ നിലയിലുള്ളവരോട് എതിർക്കാവും. ഇപ്പോ അല്ലെങ്കിൽ ആ സ്ഥാനത്തല്ലേ, അല്ലെങ്കിൽ പിന്നെ കുതിരപ്പുറത്തുള്ള ആൾക്കാർ കുതിരപ്പുറത്തുമായിട്ടുള്ള ആൾക്കാരുമായിട്ട് യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. ആനപ്പുറത്തുള്ളവർ ആനപ്പുറത്തുമായിട്ട്, അങ്ങനെ പിന്നെ രഥത്തിലുള്ള ആൾക്കാർ രഥത്തിലുള്ള ആൾക്കാരുമായിട്ട് യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. പിന്നെ കാലാളുമായിട്ട് ഏറ്റുമുട്ടാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഒരു നിബന്ധന വെച്ചു എന്നർത്ഥം. പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്തു? പക്ഷെ പിന്നെ അണി വിട്ടുപോയതിനെ കൊല്ലാൻ പാടില്ല. അപ്പൊ ഒരു ഗ്രൂപ്പിൽ നിന്ന് വിട്ടുപോയ ആൾക്കാര് അവരെ ഒരിക്കലും കൊല്ലരുത്. പിന്നെ എന്താണ്, വീരോത്സാഹങ്ങളിൽ കിടനിൽക്കുന്നവരോട് പറഞ്ഞറിയിച്ചിട്ട് നിർക്കുക. പിന്നെ അല്ലെങ്കിൽ വീരോത്സാഹങ്ങള്, ഈ വൃദ്ധന്മാരായ ആൾക്കാരെ, പിന്നെ അതുപോലെ തന്നെ യുദ്ധം ചെയ്യാനുള്ള വീര്യം വേണം. അവരോട് മാത്രമേ നിനക്ക് വീര്യം ഉണ്ടോ, അതിനോട് യുദ്ധം ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ക്ഷീണിച്ച് നിൽക്കുന്ന ആൾക്കാരുമായിട്ട് യുദ്ധം ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ്. പിന്നെ നമ്മളെ ഓർക്കാതെയും ക്ഷീണിച്ച് ഇരിക്കുന്നവരോട് ഒരിക്കലും പിന്നെ നമ്മളെ യുദ്ധം ചെയ്യാൻ പാടില്ല. പിന്നെ തെറ്റുപറ്റിയ ആൾക്കാരെ ഒരിക്കലും നമ്മള് അവരോട് യുദ്ധം ചെയ്യാൻ പാടില്ല. പിന്നെ പിന്തിരിഞ്ഞു പോയ ആൾക്കാരെ ഇത് ചെയ്യാൻ പാടില്ല. പിന്നെ ആയുധമില്ലാത്തവനോട് ചെയ്യാൻ പാടില്ല. കവചം പോയവനെ ഒന്നും ഉപദ്രവിക്കരുത്. അങ്ങനെ ഒന്നും ഒരു കൊല്ലരുത്. പിന്നെ സൂതന്മാർ പോർക്കളത്തിലേക്ക് ചിലപ്പോൾ സൂതന്മാര് വരുന്നുണ്ടാവും, പിന്നെ കുതിരകൾ വരുന്നുണ്ടാവും, ആയുധ ചുമടുകാരൊക്കെ ഉണ്ടാവും, വാദ്യക്കാരൊക്കെ ഉണ്ടാവും. ഇവരൊന്നും ആരും ഉപദ്രവിക്കരുത് എന്നൊക്കെ നിബന്ധനയിൽ പറയുന്നതാണ് അർത്ഥം അല്ലോ. അപ്പൊ ചുരുക്കത്തിൽ എന്താ വെച്ചെങ്കിൽ എതിരാളിയുടെ കുറവ് കൊണ്ടല്ല, സ്വന്തം മികവ് കൊണ്ട് തന്നെയാണ് ജയിക്കാൻ നോക്കണമെന്നർത്ഥം.
അതാ പറഞ്ഞു. ഇവിടെ സ്വന്തം അല്ലെങ്കിൽ നമ്മള് എവിടെയാണ് ഒരു വീക്ക് പോയിന്റ് കണ്ടാൽ അവിടെ പോയിട്ട് ആക്രമിക്കില്ല. നമ്മുടെ മികവുമാണ് യുദ്ധത്തിൽ, നമ്മുടെ മികവ് കൊണ്ട് മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റുകയുള്ളൂ, ജയിക്കാൻ നോക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ അവിടെ എവിടെയെങ്കിലും കുറവ് കണ്ട സമയത്ത് പോയിട്ട് അവിടെ ജയിക്കുകയല്ല വേണ്ടത് എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണ് കുറ്റമറ്റ ധർമ്മയുദ്ധമായിരിക്കണം എന്നാണ് കരാർ ചെയ്തത്. അപ്പോ ആദ്യ ദിവസങ്ങളിലൊക്കെ അത് പിന്നെന്താണെങ്കിലും അത് പാലിക്കപ്പെട്ടു. പിന്നീട് അതൊക്കെ എന്ത് ചെയ്തു, ലംഘിച്ചു അല്ലെ. 1-2 ദിവസങ്ങളിലൊക്കെ പാലിച്ചു, പിന്നെയൊക്കെ ലംഘിച്ചു. അങ്ങനെ ലംഘിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ പാണ്ഡവപക്ഷം ചെയ്തത് എന്താണ്, എതിർപക്ഷത്തിലുള്ള മിക്ക ആൾക്കാരെയും വീഴ്ത്തിയത് യുദ്ധധർമ്മത്തിനെതിരായിട്ടുണ്ട്, അധർമ്മ മാർഗത്തിലൂടെയാണ് അല്ലെ. അധർമ്മ മാർഗത്തിലൂടെയാണ് എല്ലാവരെയും ഈ പാണ്ഡവന്മാര് പിന്നെ അടക്കിയത്. അല്ലെങ്കിൽ പിന്നെ അവരെന്താണ്, ഈ പാണ്ഡവപക്ഷം മറ്റുള്ള പിന്നെ എതിർപക്ഷത്തുള്ള മിക്ക ആൾക്കാരെയും കൊന്നത് യുദ്ധധർമ്മത്തിനെതിരായിട്ടാണെന്നാ പറഞ്ഞത് അല്ലെ. ഒടുക്കതവ ദുര്യോധനെയും കൊന്നു അല്ലെ. ഒടുക്കം ദുര്യോധനെയും അതേപോലെയാണ് സംഭവിച്ചത്. അധർമ്മ വഴിയിലൂടെയാണ് കൊന്നത്. അതെന്താ വെച്ചെങ്കിൽ ഈ ദുര്യോധനനെ എന്ന് പറയുമ്പോ മല്ലയുദ്ധം ചെയ്യാണ് ദുര്യോധനൻ ചെയ്യുന്നത്. മല്ലയുദ്ധം ചെയ്യുമ്പോ പിന്നെ ഈ അത്ര ശക്തനാണ് ദുര്യോധനൻ. അപ്പോ എന്താണെങ്കിലും ദുര്യോധനായിട്ട് എത്ര മല്ലിട്ടിട്ടുണ്ടെങ്കിലും, എത്ര യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിലും, ഭീമനും മല്ലയുദ്ധത്തിന്റെ ആളാണ്, ഗതയിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട്. അവനെ എവിടെ അടിച്ചാലും അവന് മരണം കിട്ടില്ല ഈ ദുര്യോധനന്. അതിനും പിന്നെ അവനൊരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. എന്താ വെച്ചെങ്കിൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അമ്മയെ കാണാൻ പോകുന്നുണ്ട്, ഗാന്ധാരി മാതാവിനെ കാണാൻ പോകുന്നുണ്ട് ഈ ദുര്യോധനൻ. അപ്പോൾ അമ്മയെ കാണാൻ പോകുമ്പോ അമ്മ അനുഗ്രഹിച്ചാൽ തനിക്ക് യുദ്ധത്തിൽ മരണം ഉണ്ടാവില്ല എന്ന് അയാൾക്ക് അറിയാമായിരുന്നു. അപ്പൊ അമ്മ എപ്പോഴും പറയും എന്താ, യഥോ ധർമ്മസ്തോ ജയ എന്നേ പറയുള്ളൂ. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ടെന്ന് അമ്മ പറയുള്ളൂ. പക്ഷെ തന്റെ മക്കൾ അധർമ്മത്തിലൂടെ പോകുന്നതെന്ന് അമ്മയ്ക്ക് അറിയാം, ഗാന്ധാരിക്ക് അറിയാം. ഗാന്ധാരി പിന്നെ എന്താ വെച്ചെങ്കില് തന്റെ ഭർത്താവായിട്ടുള്ള ധൃതരാഷ്ട്രക്ക് കണ്ണ് കാഴ്ച ഇല്ലാത്തതുകൊണ്ട് തനിക്കും കണ്ണിന്റെ ആവശ്യമില്ല എന്ന് കരുതിയിട്ട് പിന്നെ കണ്ണ് കെട്ടിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോ മകൻ യുദ്ധം തുടങ്ങാൻ പോകുമ്പോ മകൻ പറഞ്ഞു, അമ്മ എനിക്ക് എന്നെ അനുഗ്രഹിക്കണം അമ്മ എന്ന് പറയാണ്. അപ്പൊ മകന്റെ ഒരു ആഗ്രഹമല്ലേ, ശരി ഞാൻ നാളെ രാവിലെ ഗംഗാതീരത്ത് കുളിക്കാൻ പോവുകയാണ്, ആ സമയത്ത് എന്റെ മകൻ പിന്നെ അവിടേക്ക് വരണം, അവിടേക്ക് വന്നിട്ട് ഞാൻ അവിടെ നിന്ന് അനുഗ്രഹിക്കാം. പക്ഷെ വരുമ്പോ ഒരു കാര്യം എന്റെ മകനെ ഓർക്കണം, ജനിച്ച പാടേ വരാൻ പാടുള്ളൂ എന്ന് പറയും. ഓ ആയിക്കോട്ടെ അമ്മേ, എന്നാലും അമ്മയുടെ അനുഗ്രഹം കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, ഇവൻ പിന്നെ അങ്ങനെ അമ്മ ഗംഗാ സ്നാനം ചെയ്യുന്ന സമയത്ത്, പ്രഭാതത്തില് ഗംഗാ സ്നാനം ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, അപ്പോൾ ആ സമയത്ത് കണ്ണ് തുറക്കുള്ളൂ, കണ്ണ് കെട്ടിയിട്ടാണ്, മൂടപ്പെട്ടിട്ടാണ് എപ്പോഴും ഗാന്ധാരി ഇരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഇത് കൃഷ്ണൻ അറിയാം. കൃഷ്ണൻ അറിഞ്ഞ സമയത്ത് എന്ത് ചെയ്യുന്നു, കൃഷ്ണൻ പതുക്കെ പിന്നാലെ പോയി. പിന്നെ എവിടേക്കാ പോണത് എന്ന് പറഞ്ഞിട്ട് പോയി. അതില് കൃഷ്ണൻ അവിടെ അങ്ങനെ കൃഷ്ണ ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, ഈ ദുര്യോധനൻ അങ്ങനെ നോക്കി, അവിടെ അമ്മ മാത്രമേ ഉള്ളൂ, ആരും ഇല്ല നോക്കിയിട്ട് എന്ത് ചെയ്തു, അല്ലെങ്കിൽ പൂർണ്ണ നഗ്നനായിട്ടാണ് അമ്മയുടെ അടുത്തേക്ക് പോകുന്നത്. അതില് അപ്പൊ നോക്കുമ്പോ കൃഷ്ണൻ ഒന്നുകൂടി ഒളിഞ്ഞു നോക്കി, അയ്യോ ഇത് ഈ പഹയെന്താ പട, ഈ കൃഷ്ണൻ എന്താ പട എന്ന് കേട്ടിട്ട് എന്ത് ചെയ്തു, അയ്യേ ഇത് ഇനി പോയാൽ എല്ലായിടത്തും പറയും, ഞാനിങ്ങനെ നഗ്നനായിട്ടാ പോകുന്നത് എല്ലായിടത്തും പറയുമെന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു, അവിടെയുള്ള കുറെ പൊന്തകളൊക്കെ പറിച്ചിട്ട് പ്രധാന ഭാഗത്തൊക്കെ ഒന്ന് അങ്ങോട്ട് മറച്ചു വെച്ചു. എന്നിട്ട് അങ്ങനെ നാണം പിടിച്ചിട്ടാണ് അമ്മയുടെ അടുത്തേക്ക് പോയത്. അമ്മയെ ഞാൻ എത്തി, മകൻ എത്തിയോ, ശരി മകനെ എന്ന് പറഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്യുന്നു, കണ്ണ് തുറന്നു അല്ലെ, അല്ലെങ്കിൽ കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ നോക്കി. അതായത് അടി മുതൽ മുടി വരെയും അമ്മ ഒന്നിനെ വീക്ഷിച്ചു. ഇത് പറഞ്ഞു, മകനെ എന്റെ നഗ്നമായ കണ്ണ് നിന്റെ നഗ്നമേനിയിൽ എവിടെ സ്പർശിച്ചുവോ അവിടെ നിനക്ക് മരണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോ എന്താണ്, അനുഗ്രഹമായല്ലോ. സമയത്ത് എന്താണ്, ഈ പ്രധാന ഭാഗത്ത് തൊടഭാഗത്തൊക്കെ അവൻ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഈ പൊന്ത കൊണ്ട്. ഇതാർക്കറിയാം, കൃഷ്ണൻ അറിയാം. അപ്പൊ ഇവിടെയൊക്കെ തൊട്ടാൽ, ഈ ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് നിന്ന് തൊട്ടാൽ എത്ര ചെയ്തിട്ടുണ്ടെങ്കിലും അവന് മരണം ഉണ്ടാവില്ല എന്നാണ്, എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും. പക്ഷെ ഈ തൊടഭാഗത്ത് മറച്ചുകൊണ്ട് അമ്മയുടെ നഗ്ന നേത്രത്തിന്റെ സ്പർശം അവിടെ കിട്ടിയില്ല. അതുകൊണ്ട് അത് കൃഷ്ണന് മാത്രമേ അറിയുള്ളൂ. അങ്ങനെയാണ് ഈ സമയത്ത് 18ാമത്തെ ദിവസം, കുരുക്ഷേത്ര യുദ്ധം 18ാമത്തെ ദിവസമാണ്. അപ്പൊ എല്ലാവരും 99 പേരും മരിച്ചു, അല്ലെങ്കിൽ കൗരവപക്ഷത്തെ 99 പേരും മരിച്ചു. 100ാമത്തെ ആളാണ് ഈ ദുര്യോധനൻ. അപ്പോ ഭീമൻ ഇങ്ങനെ മല്ലയുദ്ധം നടത്തുക, ഗത കൊണ്ട് ഇങ്ങനെ പൂശുന്നുണ്ട്, തലക്കടിക്കുന്നുണ്ട്, അവന്റെ നെഞ്ഞത്തടിക്കുന്നുണ്ട്, അവന്റെ പിന്നെ പുറത്തടിക്കുന്നുണ്ട്, കൈയിനടിക്കുന്നുണ്ട്, ഒരു രക്ഷയില്ല. അത്രത്തോളം ശക്തമാവുകയാണ് ദുര്യോധനൻ ചെയ്യുന്നത്. അവസാനം കൃഷ്ണൻ അവിടെ ഇരിക്കുന്നുണ്ട്.
എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ മല്ലയുദ്ധത്തിലെ ഏറ്റവും പേരുകേട്ട ആളാണ് നമ്മുടെ ഭീമൻ. എന്നിട്ടും അവൻ ആകെ ക്ഷീണിച്ച സമയത്ത് കൃഷ്ണൻ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ തൊടയമിലേക്ക് ഇങ്ങനെ തല്ലി, കൃഷ്ണൻ തന്റെ തൊടയിലേക്ക് ഇങ്ങനെ തല്ലി ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോ ആ അപ്പോ ഭീമന് മനസ്സിലായി അവിടെയാണ് അടിക്കേണ്ടത്. അതെല്ലാം കിട്ടി എഴുന്നേറ്റിട്ട് ഭീമൻ ഒരൊറ്റ അടി അവിടെ തുടക്കണ്ട അടിച്ചോടുകൂടി ദുര്യോധനൻ വീണു. പിന്നെ അങ്ങോട്ട് അടിച്ചടിച്ച് തല്ലിട്ട് പൊട്ടിച്ചു. അതോടുകൂടി അവന്റെ വർമ്മത്തോടുകൂടി അവിടെ അങ്ങനെ വീണിട്ട് നീക്കാൻ വയ്യാത്ത അവസ്ഥയിലായി. ഓക്കെ, പിന്നെ കെട്ടിയോടത്തൊക്കെ അടിച്ചടിച്ചടിച്ച് അങ്ങനെ ദുര്യോധനെ വീഴ്ത്തിയാലും പോരാ, എന്ത് ചെയ്യുന്നു, ഗതോണ്ടൊക്കെ തലയ്ക്കൊക്കെ അടിച്ചിട്ട് അവനെ പിന്നെ വീട് കഴിഞ്ഞാൽ പിന്നെ അടിച്ചു കൊല്ലുക ചെയ്യുക. ആകെ അടിച്ച് ചവിട്ടി, പിന്നെ അവസരം പോണ സമയത്ത് തലയ്ക്കൊരു ചവിട്ട് കിട്ടി. എന്നിട്ടാണ് ഭീമൻ പോകുന്നത്. ഇതാണ് അങ്ങനെ ആ ഒരു അവസ്ഥയിലാണ് പാവം നമ്മുടെ ദുര്യോധനാദികൾ അങ്ങനെയാണ് വീണത്. ഈ വീണ സമയത്ത് അയാൾ ഇങ്ങനെ കിടക്കുകയാണ്. കിടന്നിട്ട് എന്ത് ചെയ്യുന്നു, അവിടേക്ക് ഇങ്ങനെ ഈ പിന്നെ സഞ്ജയൻ വരുന്നുണ്ട്, യുദ്ധക്കളത്തിലേക്ക് സഞ്ജയൻ വരുന്നുണ്ട്. എല്ലാവരും മരിച്ചു കഴിഞ്ഞു. അവസാനം ദുര്യോധനോടെ കിടക്കുന്നു പറയുമ്പോ ഈ 99 പേരും ചിലപ്പോൾ കൈയില്ല, ചിലപ്പോൾ തലയില്ല, ചോര വളർന്നിട്ടൊക്കെ മരിക്കണത്. അങ്ങനെ പോർക്കളത്തിലാകെ മുക്കലും ഞെക്കലും അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ്. ആകെ ദീനരോധനം ഇങ്ങനെ മുഴങ്ങി കിടക്കുകയാണ്. അവിടെ കഴുകന്മാര് വരുന്നുണ്ട്, കുറുനരികളുണ്ട്, ഈ പിന്നെ ജീവൻ പോവാൻ കാത്തുക്കുകയാണ് ഈ പച്ച ഇറച്ചി വലിച്ച് തിന്നാൻ. കുറുക്കന്മാരെ, കുറുനരികള്, നായ്ക്കള് ഇതൊക്കെ ഇങ്ങനെ തിന്നുന്ന സമയത്ത് കുറെ ഇങ്ങനെ ആട്ടും, വീണ്ടും വരും. ഒരു മുക്കലും മുളലൊക്കെ ഉണ്ടാവും, വീണ്ടും വന്ന് കടിച്ചു തിന്നും. ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ കടിച്ചു തിന്നുമ്പോൾ ജീവൻ പോകുന്നു. കൈയില്ലാത്തവർ, തലയില്ലാത്തവർ, അല്ലെ, കാലില്ലാത്തവർ, അംഗവൈകല്യം സംഭവിച്ച ആൾക്കാരെ, ചോര വാർന്നൊലിച്ച് മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ, അയ്യോ ആവൂ എന്ന് ദീനരോധനത്തോടു കൂടി ആകെ മുഴങ്ങുന്ന ആൾക്കാരെ, ഇവിടെയൊക്കെ ഈ പക്ഷിമൃഗാദികൾ വന്നിട്ട് അവരെ പച്ചയായ ശരീരം കടിച്ചു തിന്നുന്ന ഒരവസ്ഥ, അത്ര ദുരന്തമായ അവസ്ഥ. അതിനിടയിലാണ് തൊട തല്ലി തകർക്കപ്പെട്ട് പകുതി ജീവൻ പോയിക്കൊണ്ടിരിക്കുന്ന ഡൈയിങ് എന്നൊക്കെ പറയില്ല, മരിച്ചുകൊണ്ടിരിക്കുന്ന ദുര്യോധനൻ എന്ന് കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് സഞ്ജയൻ വരികയാണ്. സഞ്ജയൻ എന്ന് പറഞ്ഞാലാണ് നമ്മുടെ ധൃതരാഷ്ട്രയുടെ മന്ത്രിയാണ് സഞ്ജയൻ, അല്ലെ? ധൃതരാഷ്ട്രർക്ക് മന്ത്രിയാണ്. മന്ത്രി അച്ഛനോടൊക്കെ എല്ലാം പറഞ്ഞു കൊടുക്കുന്ന ആളാണ് മന്ത്രി. അപ്പോ ആ മന്ത്രി സഞ്ജയൻ എത്തിയ സമയത്ത് എന്താണ് ഇവൻ ചെയ്തതെന്ന് അറിയോ? ദുര്യോധനൻ ഒരു പാമ്പിനെ പോലെ ചീറ്റി, കടന്ന പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട് കണ്ണുകളിലെ കോപാശ്രു നിറഞ്ഞുകൊണ്ട് കൈ നിലത്തിട്ട് ഉരച്ചുകൊണ്ട്, ഇങ്ങനെ അത്രയും രാജാവാണല്ലോ കിടക്കുന്നത്, അല്ലെ, അത്രയും പവറുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ കൈ നിലത്തിട്ട് ഉരച്ചുകൊണ്ട് മുടി മുടിനെ ചിന്നാണ്. ആ രംഗൊക്കെ എന്താ രസം അല്ലേ, ഇത്ര ദയനീയാണ്. ചിന്നുമാറ് തലയാട്ടിക്കൊണ്ടും പല്ലിറുമ്മിക്കൊണ്ടും പറയാണ്. ശരിക്കും നമ്മളെ എഴുത്തച്ഛൻ സ്ത്രീപർവത്തിലെ പ്രത്യേകിച്ച് വിവരിക്കുന്നുണ്ട്. വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോടിതവും അറിഞ്ഞയ്യോ ശിവ ശിവ, അല്ലെ? നല്ല മരതകക്കലിനോടൊത്തൊരു കല്യാണരൂപൻ കുമാരൻ മനോഹരൻ, അല്ലെ? ചെല്ലഴും അർജുനൻ തന്നുടെ തിരുമകൻ വല്ലഭാ നിന്നുടെ മരുമകൻ കൊല്ലാതെ കൊള്ളാഞ്ഞതെന്തടോ കൊല്ലിക്കേ ഇത്രേ ദിനക്കൂ രസമിടോ എന്നിങ്ങനെ അഭിമന്യുവിന് അങ്ങനെ പറഞ്ഞതിന് ശേഷം, ഉണ്ണീ മകനെ ദുര്യോധനാതവ പൊന്നിൻ കിരീടവും ഭൂഷണജാലവും ഉമ്പർകോണത്തിരു വമ്പും വ്രതവും ഗംഭീരമായൊരു ഭാവവും ഭംഗിയും പോയിക്കളഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഗാന്ധാരി മാതാവ് വിലപിക്കുകയാണ് ദുര്യോധനൻ. കാരണം ദുര്യോധനൻ എപ്പോഴും രാജകീയമായിട്ട് നടക്കുക, കിരീടമൊന്നും ഒരിക്കലും അഴിച്ചു വയ്ക്കില്ല, അല്ലെ? ഉണ്ണീ മകനെ ദുര്യോധന തവ പൊന്നിൻ കിരീടവും ഭൂഷണജാലവും ഇങ്ങനെ പറഞ്ഞിങ്ങനെ എപ്പോഴും ഇയാൾ നടക്കുമ്പോ ഇങ്ങനെ പ്രത്യേകിച്ചൊരു നടക്കലാണ്. കാരണം എല്ലാവരെയും പരിഹസിച്ചുള്ള നടത്താണ്. പരിഹസിക്കുക എന്ന് പറയുമ്പോ തന്നെ നമുക്കറിയാം, ഞെളിഞ്ഞു നടക്കുള്ളൂ, എവിടെയും ഞെളിഞ്ഞു നിൽക്കുള്ളൂ നമ്മളെ മറ്റേ ദുര്യോധനാദികള്. എല്ലാവരുടെ മുമ്പിലും വെല്ലുവിളിച്ച് ഞെളിഞ്ഞിങ്ങനെ നടക്കുന്ന രാജാവാണല്ലോ. അപ്പോ എപ്പോഴും എല്ലാ ആഭരണങ്ങളും അണിഞ്ഞുകൊണ്ട്, പൊന്നിൻ കിരീടമൊക്കെ അണിഞ്ഞുകൊണ്ട് മാത്രമാണ് പിന്നെ ദുര്യോധനാദികളെ എപ്പോഴും നടക്കുക. ആ ദുര്യോധനയാണ് ഗാന്ധാരി ഈ പോർക്കളത്തിൽ കാണുന്നത്, അല്ലെ? നീ മകനെ ദുര്യോധന തപ പൊന്നിൻ കിരീടവും ഭൂഷണജാലവും ഉംബർകോണത്തിരു വമ്പും വ്രത. ഉംബർകോൺ എന്ന് പറഞ്ഞാല് ഇന്ദ്രൻ,
ഉമ്പർകോണത്തൊരു വമ്പും പ്രതാപവും ഗംഭീരമായൊരു ഭാവവും ഭംഗിയും. എന്തൊരു ഗംഭീരമായ ഭാവമായിരുന്നു, ഭംഗിയായിരുന്നു അല്ലെ. ഒട്ടും കളഞ്ഞ് അല്ലെ, എല്ലാം കളഞ്ഞ് നീ പോയി കളഞ്ഞല്ലോ ഉണ്ണി എന്ന് പറഞ്ഞിട്ടാണ് സങ്കടപ്പെടുന്നത്. അപ്പോ അങ്ങനെയുള്ള ആ അവസ്ഥയിലാണ് സഞ്ജയൻ ഇവിടെ വന്ന് കാണുന്നത്. അപ്പൊ സഞ്ജയനോട് കണ്ടപ്പോ തന്നെ കണ്ണിലിങ്ങനെ ദേഷ്യം, കോപാശ്രു വന്നു. പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ടാണ്, മുടി ചിന്നുമാറാണ്, തലയാട്ടിക്കൊണ്ട്, പല്ലിറമ്മിക്കൊണ്ടാണ് പറയണത്. എന്താ പറയണത്? ഭീഷ്മർ, കർണൻ, ദ്രോണർ മുതലായവരൊക്കെ ഇരുന്നിട്ടും 11 അക്ഷൗഹിണി പട ഉണ്ടായിരുന്നിട്ടും ഞാൻ ഈ നിലയിലായി. നോക്കൂ, സങ്കടാണ്. എനിക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു? 11 അക്ഷൗഹിണി പട ഉണ്ടായിരുന്നു അല്ലെ. എനിക്ക് പ്രമുഖ ആൾക്കാരെ, ഭീഷ്മര്, കർണൻ, ദ്രോണർ ഒക്കെ എന്റെ ഒപ്പമായിരുന്നു. എന്നിട്ട് പോലും അവരൊക്കെ മരിച്ചുപോയി. എന്റെ 11 അക്ഷൗഹിണി പട, 7 അക്ഷൗഹിണിയേ ഉള്ളൂ നമ്മുടെ ഈ പാണ്ഡവർക്കുള്ളൂ. അപ്പോ ഈ 11 അക്ഷൗഹിണി പട ഉണ്ടായിട്ട് പോലും അല്ലെ, എത്രയൊക്കെ ഉണ്ടായിട്ട് പോലും എന്റെ ഗതി ഇങ്ങനെ ആയല്ലോ അല്ലെ. സഞ്ജയനോട് പറയണേ, എന്റെ ഗതി, ഈ അവസ്ഥയിൽ എന്റെ ഗതി ആയല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ അവസ്ഥയിൽ എന്റെ ഗതി ആവാൻ കാരണം ഇപ്പൊ നമുക്കറിയാം, ഒരു അക്ഷൗഹിണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വലിയ സൈന്യവിഭാഗമാണ് ഒരു അക്ഷൗഹിണി. അതായത് 21,770 ആനയാണ് അതിലുള്ളത്. പിന്നെ അത്ര തന്നെ തേരുണ്ട്. പിന്നെ 65,600 കുതിരകളാണ് അതിലുള്ളത്. പിന്നെ 1,09,350 കാലാൾപ്പട അല്ലെ. ഇങ്ങനെ ചേർന്നാണ് ഒരു അക്ഷൗഹിണി. ഇങ്ങനെ 11 അക്ഷൗഹിണി കൗരവപ്പട അല്ലെങ്കിൽ ദുര്യോധന്റെ ഒപ്പമാണ് 11 അക്ഷൗഹിണി. പിന്നെ 7 അക്ഷൗഹിണിയാണ് പാണ്ഡവന്മാരുടെ ഒപ്പം. അപ്പൊ നോക്കി എത്ര എത്ര ജനങ്ങളായാലും ഇത്ര ആൾക്കാരാണ്. അപ്പൊ ഇതില് ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടായിട്ട് പോലും ഇതൊക്കെ പിന്നെ അത്രയൊക്കെ. പിന്നെ അതല്ല, ഭീഷ്മ പിതാമഹനാണ്. ആർക്കും ഭീഷ്മനെ കൊല്ലാൻ പാടില്ല അല്ലെ. അത്രയും ശക്തനാണ്, എല്ലാ കഴിവുള്ള ഒരാളാണ് ഭീഷ്മ പിതാമഹൻ. പിന്നെ കർണൻ നമുക്കറിയാം അല്ലെ. കർണൻ എന്ന് പറഞ്ഞാല് വില്ലാളി വീരനാണ്. അർജുനനും കർണനും തമ്മിൽ മത്സരിച്ചപ്പോൾ കർണന് മാത്രമാണ് മുൻവിജയം ഉണ്ടായിരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ. പിന്നെ ദ്രോണർ എന്ന് പറഞ്ഞാല് ഇവരുടെയൊക്കെ ഗുരുവാണ് ദ്രോണർ അല്ലെ. ദ്രോണർ ഇവരുടെയൊക്കെ പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും ഗുരുവാണ്. അശ്വത്ഥമാവിന്റെ പിന്നെ അച്ഛനാണ് ഈ ദ്രോണർ. അങ്ങനെ ഒക്കെ ഉണ്ടായിട്ട്, ഇവരൊക്കെ സ്വന്തം ഉണ്ടായിട്ട് പോലും എനിക്ക് ഈ ഗതി, ഞാൻ ഈ നിലയിലായല്ലോ, ഞാൻ ഇപ്പൊ വീണ് കിടക്കുന്ന നിലയിലായല്ലോ. അപ്പോ കാലത്തെ ആർക്കും കവച്ചു കടക്കരുതല്ലോ. ഈ കാലത്തെ ആർക്കും കവച്ചു കടക്കാൻ കഴിയില്ല. എനിക്ക് മനസ്സിലായി ഇപ്പത്. ഇനി എന്റെ പക്ഷത്ത് ബാക്കിയുള്ള ആൾക്കാരുണ്ട്, അവരോട് പറയണം. എന്റെ പക്ഷത്ത് ഇനി ബാക്കിയുള്ളത് പറഞ്ഞാൽ അശ്വത്ഥമാവുണ്ട്, കൃപരുണ്ട്, കൃതവർമാവുണ്ട്. ഇങ്ങനെ 3 പേരെ ഇനി അവിടെ ഉള്ളൂ അല്ലെ. ആരൊക്കെ? അശ്വത്ഥമാവുണ്ട്, കൃപരുണ്ട്, കൃതവർമാവുണ്ട്. പിന്നെ എന്റെ അച്ഛനും അമ്മയും അവരൊക്കെ ഉണ്ട്. അവരോട് പറയണം. എന്താണ് പറയണത് വെച്ചെങ്കിൽ, ഭീമൻ മുറ തെറ്റിച്ചാണ് എന്നെ വീഴ്ത്തിയത് കേട്ടോ. എന്നെ ഭീമൻ മുറ തെറ്റിച്ചാണ് വീഴ്ത്തിയത്. പിന്നെ അത് മാത്രമല്ല, എന്നെ പല കടുംകൈകളും പാണ്ഡവർ ചെയ്തിട്ടുണ്ട്. യുദ്ധത്തിൽ ഒരുപാട് കടുംകൈകൾ ചെയ്തിട്ടുണ്ട് അവരെന്നർത്ഥം. അവരൊക്കെ അവിടെ ചെന്നിട്ട് സജ്ജനങ്ങളുടെ ഇടയിൽ പോയിട്ട് പറയും, ഞങ്ങള് വലിയ ആൾക്കാർ, ഞങ്ങൾ സത്യധർമ്മം മാത്രമേ ചെയ്തിട്ടുള്ളൂ, ധർമ്മത്തിന്റെ വഴി കൂടെ മാത്രമേ പോയിട്ടുള്ളൂ, ഞങ്ങള് പിന്നെ അധർമ്മം കൊണ്ടൊന്നല്ല, ധർമ്മം കൊണ്ട് ജയിച്ചതെന്നൊക്കെ ഒരു വീമ്പ് പറയും അല്ലെ. അത് ശ്രദ്ധിക്കൂ. അപ്പൊ എല്ലാവരും അവരെന്ത് ചെയ്യും? ശരിയാണ്, ശരിക്കും പാണ്ഡവന്മാര് ധർമ്മത്തിന്റെ യുദ്ധമാണ് ചെയ്തതെന്ന് എല്ലാവരും പറയും. അവിടെ ബ്രാഹ്മണന്മാരും മറ്റുള്ള ആൾക്കാരൊക്കെ പറയും. അപ്പൊ എല്ലാവരും അവരെ അനുമോദിക്കും. അപ്പോ പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാണ്. എന്താ വെച്ചാൽ, തുടച്ചതഞ്ഞ് വീണ് എന്റെ തലയിൽ ഭീമൻ ചവിട്ടിപ്പോയി. അത്രയും ദുഷ്ടതരം ചെയ്തു ഭീമൻ എന്നോട് അല്ലെ. അങ്ങനെ ആരെങ്കിലും ചെയ്യോ? യുദ്ധകരാറിലൊന്നും ഇല്ലല്ലോ, ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ബന്ധുക്കളുടെ ഇടയിലെ എത്ര ബന്ധുക്കളുടെ ഇടയിൽ ഇങ്ങനെ പ്രതാപത്തോടും ശ്രീയോടൊക്കെ നിൽക്കുന്ന സമയത്ത് വെച്ചാൽ അവൻ ചവിട്ടിക്കോട്ടെ, കുഴപ്പമില്ല അല്ലെ. ഞാൻ അവരെ ബഹുമാനിക്കും. പക്ഷെ പിന്നെ അത് മാത്രല്ല, എന്റെ അച്ഛനമ്മമാരും അല്ലെ, എന്റെ അച്ഛൻ ധൃതരാഷ്ട്രരും പിന്നെ അമ്മ ഗാന്ധാരി മാതാവും ഒക്കെ ദുഃഖിക്കും. എന്റെ ഈ വീഴ്ച കണ്ടിട്ട് ദുഃഖിക്കും. എന്റെ ഈ മരണം, ഞാൻ മരിക്കാൻ പോവുകയാണ്, മരണം അടുത്തുണ്ട്. അപ്പൊ അവർ ദുഃഖിക്കുന്ന സമയത്ത് പിന്നെ അവർക്ക് യുദ്ധധർമ്മം അറിയാലോ. അവരോട് പറയണം എന്താ വെച്ചെങ്കില്, ഞാൻ ഒരു പേടിയും പേടിക്കണ്ട. എന്റെ അച്ഛനമ്മയോടും പറയൂ, ഞാൻ യജ്ഞം ചെയ്തു, ശരിക്കും ഞാൻ ഇവിടെ യജ്ഞം ചെയ്തു. ഞാന് പിന്നെ രാജാവിനെ യജ്ഞം ചെയ്യണം എന്നാ പറയാ അല്ലെ. പിന്നെ യാഗം ചെയ്യണം, യജ്ഞം ചെയ്യണം എന്നൊക്കെ പറയാം അല്ലെ. അങ്ങനെയുള്ള അതൊക്കെ ഞാൻ ചെയ്തു, ഈ ഭൂമിയിൽ ഞാൻ ചെയ്തു. അത് മാത്രമല്ല, പിന്നെ ഞാൻ ഭരിക്കേണ്ടവരെ ഭരിച്ചു, എല്ലാവരും ഞാൻ അടക്കി ഭരിച്ചു ഇവിടെ. പിന്നെ ഞാൻ ഈ ഭൂമി അടക്കിയിട്ട് ഞാൻ വാണു. പിന്നെ
ഞാൻ എല്ലാ ശത്രുക്കളുടെയും തലയിൽ ഞാൻ കാൽ വെച്ചു, അവരൊക്കെ ഞാൻ വിജയിച്ചു. പിന്നെ എന്നേക്കാൾ പിന്നെ ആർക്കാണ് എന്നേക്കാൾ ഇതിനുള്ള ഒരു അവസരം, ഇത്ര ഞാൻ ചെയ്ത മനുഷ്യൻ ഇത്ര അവസരം ഞാൻ ആർക്കും ഉണ്ടായിട്ടില്ല എന്ന് പറയണം. പിന്നെ ഞാൻ വേറെ പ്രധാനരായ എല്ലാ രാജാക്കന്മാരുടെയും മേൽക്കോയ്മ ഞാൻ നടത്തി. പിന്നെ ഞാൻ ഒരുപാട് എല്ലാവർക്കും കിട്ടാവുന്നതിനേക്കാൾ സുദുർലഭമായ മാനം നേടിയെടുത്തു. പിന്നെ ഞാൻ ലക്ഷണം മൊത്തം രാജാവ് പിന്നെ യാത്ര ചെയ്യുന്ന ലക്ഷണം മൊത്തം കുതിരകളിൽ ഞാൻ യാത്ര ചെയ്തു. അപ്പോ ആർക്കാണ് എന്നതിനേക്കാൾ നല്ല അവസാനം ഉണ്ടായിട്ടില്ല. പിന്നെന്താണ്, ഭാഗ്യവശാലും ഞാൻ ശത്രുക്കൾക്ക് കീഴടങ്ങിയിട്ടില്ല. അതാണ് എന്റെ ഏറ്റവും വലിയൊരു ഗുണം. പിന്നെ അവർ ജയിച്ചത് അങ്ങനെ ശത്രുക്കൾ കീഴടങ്ങിയിട്ടില്ല, അവർ ജയിച്ചത്. ഭാഗ്യവശാലും എന്റെ വിപുലമായ ഐശ്വര്യം ഞാൻ മരിച്ചിട്ടാണ് അനിലേക്ക് ചെല്ലുന്നത്. അപ്പൊ എന്റെ ഈ ഐശ്വര്യം ഉണ്ടല്ലോ, ഈ രാജ്യം മുഴുവൻ ഞാൻ മരിച്ചതിന് ശേഷം മാത്രമേ ഈ പാണ്ഡവർക്ക് കിട്ടുകയുള്ളൂ പറയാണ്. പിന്നെ എന്താണ്, എന്നെ കൊന്നതോ ഉറങ്ങുമ്പോഴോ ഓർക്കാപ്പുറത്തോ വന്ന് കൊല്ലും പോലെയാണ്, വിഷം തന്ന് കൊല്ലും പോലെയാണ് എന്നെ അവർ കൊന്നത്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞ അവശേഷിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ എന്റെ കൂട്ടരായിട്ടുള്ള അവശേഷിക്കുന്ന ആൾക്കാര് അശ്വത്ഥമാവുണ്ട്. അശ്വത്ഥമാവിനോടും കൃതവർമാവിനോടും കൃപരോടും പറയണം, പിന്നെ നിങ്ങൾ പലതവണ അധർമ്മം ചെയ്ത പാണ്ഡവരെ വിശ്വസിച്ചു പോകരുത് നിങ്ങൾ പറയണം. അവര് അധർമ്മം ചെയ്ത ആൾക്കാരാണ്, അവരെ വിശ്വസിക്കരുത് എന്ന് പറയണം. പിന്നെ അങ്ങനെ പറഞ്ഞതിന് ശേഷം അങ്ങനെ അച്ഛനോട് പോയി പറഞ്ഞു, എല്ലാവരോടും പറയണം എന്ന് പറഞ്ഞിട്ട് സഞ്ജയൻ അത് കേട്ടതിന് ശേഷം സഞ്ജയൻ അവിടെ നിന്ന് മടങ്ങിപ്പോയി എന്ന് പറഞ്ഞു. സഞ്ജയൻ മടങ്ങിപ്പോയതിന് ശേഷം പിന്നെ അവിടെ ഈ ബാക്കി അവിടെയുള്ള കുറെ ജനങ്ങളുണ്ട്. കാരണം ഉറ്റവരും ഉടയവരൊക്കെ നഷ്ടപ്പെട്ട കുറെ ജനങ്ങളൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. പ്രജകളാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഭാരത ദേശത്തെ പ്രജകളാണ്. അവർക്ക് ചില ആൾക്കാർ കൈ പോയി, ചില ആൾക്കാര് സ്വന്തക്കാര് പോയി, കാല് പോയവരെ അവരൊക്കെ ഇങ്ങനെ പരിചരിച്ചിട്ടും അവരെങ്ങനെ അടുത്ത് നിന്നിട്ടും സമാധാനിപ്പിക്കുന്ന കുറെ ജനങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ ആ ജനങ്ങളെ നോക്കിയിട്ട് ദുര്യോധനൻ പറയുകയാണ്, എന്താണ്, ഞാൻ എനിക്ക് വേണ്ടി മരിച്ചവരോടെ ഒപ്പം എത്താൻ വെമ്പുകയാണ്. എനിക്ക് വേണ്ടി ഞാൻ അത്രയും എനിക്ക് വേണ്ടിയിട്ട് എത്ര ആൾക്കാരെ ഈ 18 അക്ഷോഹിണിയിലെ 11 അക്ഷോഹിണിയിലെ ആൾക്കാരും എനിക്ക് വേണ്ടി മരിച്ചവരാണ്. എന്റെ അനിയന്മാര് 99 ആൾക്കാരും എന്റെ അനിയന്മാര് അവര് എനിക്ക് വേണ്ടി മരിച്ചവരാണ്. അപ്പൊ ഞാൻ എന്താണെങ്കിലും അവരുടെ ഒപ്പം എത്താൻ ഞാൻ വെമ്പുകയാണ്. പിന്നെ എന്റെ സഹോദരി ദുഷള ഉണ്ടല്ലോ, അവരുടെ ഭർത്താവും സഹോദരന്മാരും മരിച്ചത് കേട്ട് കരഞ്ഞു എന്താവുമോ നോക്കൂ. അവിടെയാണ് ഈ ഏറ്റവും വലിയ ദുര്യോധനന്റെ ഹൃദയോന്നതി. ആദ്യമായി മരിച്ചുകൊണ്ടിരിക്കുന്ന ദുര്യോധനൻ, അല്ലെങ്കിൽ വേദന കൊണ്ട് പുളയുന്ന ദുര്യോധനൻ, എന്നാല് തുടക്ക ചതഞ്ഞരഞ്ഞ് അവിടുന്ന് ഇവിടുന്നൊക്കെ രക്തം പൊട്ടി തലയിൽ നിന്നൊക്കെ രക്തം ഒലിച്ചുപോയി മരിച്ചുകൊണ്ടിരിക്കുന്ന ദുര്യോധനൻ ആദ്യമായി ഓർത്തത് തന്റെ ദുഷള ആകെ സഹോദരി, പെങ്ങളെ സ്ഥിതി എന്തായിരിക്കും? പെങ്ങളുടെ ഭർത്താവും മരിച്ചു, ജയദ്രഥനെ കൊന്നു അല്ലെ? ഈ അഭിമന്യുവിനെ കൊന്നത് ജയദ്രഥനാണ്. അപ്പൊ ജയദ്രഥനെ സൂര്യോദയത്തിന് മുമ്പ് കൊല്ലുമെന്ന് പിന്നെ അർജുനൻ ശപഥം ചെയ്തു. അപ്പൊ അർജുനനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കൃഷ്ണൻ തയ്യാറായി. അപ്പൊ സൂര്യാസ്തമയത്തിന് മുമ്പേ കൊല്ലും എന്ന് അർജുനൻ ശപഥം ചെയ്തു. പക്ഷെ സൂര്യാസ്തമയമായിട്ട് പോലും, അസ്തമയം അങ്ങനെ തുടങ്ങാൻ സമയത്ത് പോലും ഈ അർജുനനെ ജയദ്രഥനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് എന്താ വെച്ചെങ്കില് ശപഥം ചെയ്താണ് പിന്നെ അർജുനൻ. ആ ശപഥം ചെയ്തുകൊണ്ട് എന്താണെങ്കിലും കൊന്നിരിക്കണം, ശരിയാണ്. പക്ഷെ അപ്പോഴേക്കും എന്ത് ചെയ്തു, ഈ കൗരവന്മാരെ ജയദ്രഥനെ അവരുടെ പിന്നെ ശിബിരത്തിലേക്ക് മാറ്റി പാർപ്പിച്ചു. ഏതായാലും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ജയദ്രഥനെ ആർക്കും കൊല്ലാൻ കഴിയില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ കുറെ തെരഞ്ഞു. അർജുനൻ സ്വന്തം മകനെ അഭിമന്യുവിനെ കൊന്നതാണ് ഈ ജയദ്രഥൻ അല്ലെ. കാരണം അതും പിന്നിൽ നിന്നാണ് വാളുകൊണ്ട് കുത്തി കൊല്ലുന്നത്. അവൻ ഈ അഭിമന്യു കുമാരനായിട്ടുള്ള അഭിമന്യുവാണ്. 18 വയസ്സായ അഭിമന്യു ഇങ്ങനെ വെട്ടിയും ആൾക്കാരെ യുദ്ധം ചെയ്തിട്ടും അങ്ങനെ സ്വന്തമായ പുറക്കളം ചമച്ചിട്ട് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നിൽ നിന്നാണ് ഈ ജയദ്രഥൻ എന്ന് പറഞ്ഞ ദുഷ്യരുടെ ഭർത്താവായിട്ടുള്ള ജയദ്രഥനെ ഈ പാവം കുമാരനെ കുത്തിക്കൊന്നത്. പിന്നാണ് ചതിയിലൂടെ കൊന്നതാണ്. ഇതറിഞ്ഞ അർജുനനാണ് ആകെ വിഷമിച്ചത്. ഞാൻ എന്താണെങ്കിലും എന്റെ മകനെ കൊന്നവനെ ഞാൻ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കൊന്നിരിക്കും, ശപഥം ചെയ്തു, അല്ലെങ്കിൽ ഞാൻ മരിക്കും, അങ്ങനെ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ മരിക്കുന്നു പറഞ്ഞു. അപ്പോ
എല്ലാവരും നിശബ്ദമായി. അന്നതോടെ യുദ്ധം നിർത്തി. എല്ലാവരും വേഗം പോയിട്ട് ഈ ജയദ്രഥനെ പിന്നെ വളരെ രഹസ്യമായിട്ട് ഒരു ശിബിരത്തിൽ കൊണ്ടുപോയിട്ട് അവനെ പാർപ്പിച്ചു, രഹസ്യമായി പാർപ്പിച്ചു. അങ്ങനെ സന്ധ്യാസമയാവുന്നു. എല്ലാവരും തെരഞ്ഞു. പാണ്ഡവന്മാരുടെ എല്ലാവരും പോയി തെരഞ്ഞു നോക്കി. എവിടെയും കണ്ടില്ല, ജയദ്രഥനെ എവിടെയും കണ്ടില്ല. ആകെ വിഷമിച്ചു. ഏതായാലും സൂര്യാസ്തമിക്കാൻ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ കൃഷ്ണൻ അപ്പുറത്തുണ്ട്. അർജുനൻ പറയാ, എന്റെ വാക്ക് എനിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ മരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അവിടെ ചിത കൂട്ടി അർജുനൻ. ആ ചിത കൂട്ടിയതിന് ശേഷം അവിടേക്ക് ഇങ്ങനെ പ്രദക്ഷിണം വെച്ചിട്ട് അതിലേക്ക് സ്വയം ചാടാൻ ഒരുങ്ങുന്ന സമയത്ത് രക്ഷയില്ല. സൂര്യൻ അങ്ങനെ അസ്തമിച്ചു കൊണ്ടിരിക്കുക. ഒറ്റ അങ്ങനെ ഇറങ്ങിയാൽ മതി, കഴിഞ്ഞു. അപ്പോഴേക്ക് ഇരുട്ട് വ്യാപിക്കും. ആ സമയത്ത് കൃഷ്ണൻ പറഞ്ഞു, അർജുന, നീ മരിക്കണ്ട, നിനക്ക് ആരെ വേണ്ട, ജയദ്രഥനെ പോലെ ഞാൻ കാണിച്ചു തരാം എന്ന് പറയാണ്. അതിലാണ് ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തത്, സുദർശന ചക്രം ഉണ്ട് ശ്രീകൃഷ്ണന്റെ കയ്യില്. സുദർശന ചക്രം കൊണ്ട് ഈ സൂര്യനെ ഒന്നും ഇങ്ങോട്ട് പിന്നെ മറച്ചോടുകൂടി ഇരുട്ട് വ്യാപിച്ചു. ഇരുട്ട് വ്യാപിച്ചോടുകൂടി അവിടെ കൗരവ പിന്നെ പക്ഷത്ത് ഭയങ്കര സന്തോഷമായി. ഇനി ഒരിക്കലും ജയദ്രഥനെ കൊല്ലാൻ കഴിയില്ലേ എന്ന് പറഞ്ഞ് ജയദ്രഥനെ പുറത്തേക്ക് കൊണ്ട് കൊടുക്കുന്നവര്. കാരണം സൂര്യൻ അസ്തമിച്ചല്ലോ. അതിൽ വളരെ സന്തോഷത്തോടെ സമയത്ത് എന്ത് ചെയ്തു, കൃഷ്ണൻ പെട്ടെന്ന് എന്ത് ചെയ്തു, സുദർശനയുടെ മാറ്റിയോട് കൂട്ടിയിട്ട് വിളിച്ചു. സൂര്യൻ വന്നു. സൂര്യൻ വന്നോട് കൂടി പിന്നെ കൃഷ്ണൻ പറഞ്ഞു, അർജുന, അതാ നിൽക്കുന്നു, കൊടുത്തോ, അസ്ത്രം കൊണ്ട് ഇപ്പൊ പ്രയോഗിക്കുകയെന്ന് പറഞ്ഞു. അതാ ജയദ്രഥൻ പറഞ്ഞു. വേഗം ഗാന്ധീപത്തുനിന്ന് ഒരു അസ്ത്രം എടുത്തിട്ട് ഒറ്റ പ്രയോഗ, അവന്റെ തല എടുത്തു ആ അസ്ത്രം. ആ തല വേറൊരു കാര്യമുണ്ട്. ഈ തലയോടുകൂടി അസ്ത്രം ഇങ്ങനെ കൊണ്ടുപോവാണ്. ഈ അസ്ത്രം തലയെ ഇങ്ങനെ ചുമത്തി കൊണ്ടുപോവാണ്. ഈ വേറൊരു ഈ ജയദ്രഥനൊരു ഒരു ശാപം കിട്ടിയിട്ടുണ്ട്. ഈ തല എവിടെ വീണു അവിടെ ആകെ ഒരു ദുരന്തം പോലെ ആകെ നശിക്കുത്ര, അവിടെ ആകെ പ്രളയം വരുന്ന പറഞ്ഞത്, ആകെ തകരുത്ര അവിടെ എന്താ പറഞ്ഞത്, പൊട്ടിത്തകരുന്ന പറഞ്ഞത്. അത്രയും ഒരു ശാപം കിട്ടിയതാണ്. ഒരു ദുഷ്ട ഒരു കഥാപാത്രമാണ് ജയദ്രഥൻ. എന്താണെങ്കിലും അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അർജുന, ആ അസ്ത്രം നീ പിൻവലിക്കല്ലേ, ആ തലയെ നമുക്ക് നല്ല സ്ഥലത്ത് കൊണ്ടിടാം, ഇവിടെ ഒന്നും വെക്കാൻ പാടില്ല. അങ്ങനെ ഈ തലയുമായിട്ട് നടന്നു. എവിടെ ഇത് കൊണ്ടുവരണ്ട കൃഷ്ണ പറയൂ, ഞാൻ അസ്ത്രം വലിക്കട്ടെ, വേണ്ട. ആ സമയത്താണ് ഈ ജയദ്രഥന്റെ പിതാവ് ഈ സന്ധ്യാനാമം ചൊല്ലാൻ വേണ്ടിയിട്ട് വലിയൊരു നദിയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ കൈ കൂപ്പിയിട്ട് സന്ധ്യാനാമം ചൊല്ലുകയാണ്. അതിലിങ്ങനെ വെള്ളം ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ സന്ധ്യാനാമം ചൊല്ലുകയാണ്, രണ്ട് കൈയും കൂപ്പിയിട്ട്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അർജുന, നീ അവിടെ കൊണ്ട് വെച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് ആ തലയുടെ വെച്ചോട് കൂടിയിട്ട് നല്ല പൊട്ടിത്തെറിച്ചു. അങ്ങനെ അതോടുകൂടി ജയദ്രഥന്റെ പിതാവും മരിച്ചുപോയി. അല്ലെ? അങ്ങനെയൊക്കെയാണ് കഥയിൽ പറയുന്നത്. എന്താണെങ്കിലും ഇപ്പൊ ഞാൻ ഇവിടെ പറയുമ്പോൾ ശ്രദ്ധിക്കാം നിങ്ങൾ. അപ്പോ അങ്ങനെയാണ് അപ്പൊ അങ്ങനെയുള്ള പിന്നെ ദുഷളയ്ക്ക് ആരുമില്ല. ദുഷളയ്ക്ക് ഒരു കുട്ടിയുണ്ട്, ചെറിയ കുട്ടിയുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ആദ്യം ഓർക്കുന്ന ഹൃദയോന്നം നോക്ക്, ദുര്യോധന്റെ ഹൃദയോന്നതി കേൾക്കുക. അപ്പൊ ആദ്യം നമ്മൾ എപ്പോഴും ഓർക്കുന്നത് എത്ര പിന്നെ ആൾക്കാർ ആദ്യം നമ്മളെ ഭാര്യ അല്ലെങ്കിൽ കുട്ടികളെ നോക്കുള്ളൂ. കുട്ടികളെ അയ്യോ എവിടെ അവരെ ആദ്യമായിട്ട് ദുഷള, അല്ലെ? ദുഷളയാണ് ഓർക്കുന്നത്. എന്റെ സഹോദരി ദുഷള, അവളുടെ ഭർത്താവും സഹോദരന്മാരും മരിച്ചത് കേട്ട് കരഞ്ഞു എന്താകുമോ നമുക്ക് സങ്കടമാണ്. ആദ്യം ഓർക്കുന്നത് ദുഷളയെ, സഹോദര ബന്ധമാണ്. ഒരു നല്ലൊരു മനുഷ്യർക്ക്, നല്ല തറവാടിയായ മനുഷ്യർക്ക്, എങ്കിൽ നല്ല പാരമ്പര്യവും അന്തസ്സുമുള്ള ഒരാള് മാത്രമേ സ്വന്തം സഹോദരന്മാരെ കുറിച്ച് ഓർക്കുള്ളൂ, അല്ലെ? അത്രയും ആഭിജാത്യമുള്ള ആളായതുകൊണ്ട് മാത്രമാണ് ദുര്യോധനൻ ആദ്യമായിട്ട്, മരിച്ചുകൊണ്ടിരിക്കുന്ന ദുര്യോധനൻ ആദ്യമായി ഓർക്കുന്നത് സ്വന്തം സഹോദരിയാണ്. നോക്കൂ, അതിനുശേഷമാണ് അച്ഛനമ്മമാര്. അയ്യോ, വൃദ്ധരായ മാതാപിതാക്കൾക്ക് ഇനി ആരാളത്, മക്കളൊക്കെ നശിച്ചു പോയല്ലോ, മക്കളൊക്കെ മരിച്ചു പോയല്ലോ, ഇനി അവർക്ക് കർമ്മം ചെയ്യാൻ, അവരെ സംരക്ഷിക്കാൻ ആരാളത് എന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛനമ്മമാരെ, ഗാന്ധാരിയെയും ധൃതരാഷ്ട്രയെയും ഓർത്തതിന് ശേഷമാണ് പിന്നെയാണ് എന്താ, അയ്യോ എന്റെ മകൻ ലക്ഷ്മണന്റെ അമ്മ, ഭാര്യ, അല്ലെ? അല്ലെങ്കിൽ ദുര്യോധനന്റെ ഭാര്യ, അവരുടെ സ്ഥിതി എന്തായിരിക്കും, അവർക്ക് ഇനി ആരാളത്, അങ്ങനെയാണ് നോക്കിപ്പോയിരുന്നത്. അപ്പൊ ലക്ഷ്മണന്റെ അമ്മ, അല്ലെ, ഭർത്താവും മകനും മരിച്ചതിനാൽ പെട്ടെന്ന് മരിച്ചു പോകും, അല്ലെ? ലക്ഷ്മണന്റെ അമ്മ, ഭർത്താവായ ദുര്യോധനായിട്ടുള്ള ഞാനും മരിച്ചു, അതുപോലെ തന്നെ ലക്ഷ്മണനും മരിച്ചല്ലോ, മകനും മരിച്ചു. ഇനി അവരിങ്ങനെ ആദി കൊണ്ടും വ്യാധി കൊണ്ടും അവരും പെട്ടെന്ന് മരിച്ചു പോകുമല്ലോ എന്ന് ഓർക്കുന്നത്. അങ്ങനെയുള്ള പിന്നെ എന്താണെങ്കിലും പിന്നെ അങ്ങനെയൊക്കെ ഓർത്തതിന് ശേഷം പറയാണ്, എനിക്ക് എന്താണെങ്കിലും നിങ്ങളോട് പറയാം, അല്ലയോ
പിന്നെ ജനങ്ങളെ അല്ലയോ പിന്നെ ആളുകളോട് പറയാണ് അവിടെയുള്ള പിന്നെ പറയാണ്, ഞാൻ എന്താണെങ്കിലും എനിക്ക് എനിക്ക് പുണ്യവും ത്രൈലോക്യ പ്രസിദ്ധവുമായ സമന്തക പഞ്ചകത്തിൽ കിടന്ന് മരിക്കും. സമന്തക പഞ്ചകമാണ് ഈ ഒരു ഗംഗാ നദീതീരത്ത് ഉള്ള ഒരു പുണ്യമായ സ്ഥലമാണ് സമന്തക പഞ്ചകം. അവിടെ ഞാൻ കടന്ന് മരിക്കുക കൊണ്ട് എനിക്ക് എന്താണ് ഈ ശാശ്വത ലോകം, എനിക്ക് സ്വർഗം നേടാൻ കഴിയും, ഉറപ്പാണ്. എനിക്ക് സ്വർഗം കിട്ടും. ഞാൻ ഒരിക്കലും തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയണം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയുന്നു. പിന്നെ ഇത് കണ്ടിട്ട് ഈ എന്താ ചെയ്യാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഇങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്ത് പിന്നെ അവിടേക്ക് അപ്പൊ ആ സീൻ ഇങ്ങനെ മാറിയിട്ട് എന്ത് ചെയ്തു, അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, എനിക്ക് എന്തായാലും സമന്തക പഞ്ചായത്തിൽ ഞാൻ പിന്നെ കിടന്ന് മരിക്കുന്നത് കൊണ്ട് എനിക്ക് ശാശ്വത ലോകങ്ങൾ നേടും എന്ന സമയത്ത് ഇങ്ങനെ പറയുമ്പോ പിന്നെ സങ്കടം കണ്ടില്ല. മഹാരാജാവായിരുന്നല്ലോ ദുര്യോധനൻ. കണ്ട് അവിടുത്തെ ആൾക്കാരൊക്കെ ഈ നമ്മുടെ അദ്ദേഹത്തിന്റെ രാജാവിന്റെ ദുര്യോധനന്റെ വിലാപം കേട്ടിട്ടൊക്കെ കണ്ണു നിറച്ച് അങ്ങും ഇങ്ങും പാഞ്ഞു, അയ്യോ എന്റെ മഹാരാജാവിനാണല്ലോ ഈ ഗതി വന്നത് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അവര് പാഞ്ഞുപോയി അല്ലെ. അങ്ങോട്ട് ആകെ ഒരു ദുരന്തം സംഭവിക്കുന്ന ഭൂമി ആകെ ഒരു മുഴക്കത്തോടെ കുലുങ്ങി അല്ലെ. ദിക്കുകളാകെ അവിടെ ആകെ മങ്ങി എന്ന് പറഞ്ഞ, ദിക്കുകളാകെ മങ്ങി. ഈ സമയത്ത് നോക്കിക്കോളൂ, ഈ സമയത്താണ് അവിടുന്ന് അപ്പോഴേക്ക് സഞ്ജയൻ പറഞ്ഞ പോലെ തന്നെ സഞ്ജയൻ അവിടെ പോയിട്ട് പറഞ്ഞപ്പോ അവിടെയുള്ള നമ്മളെ എന്താ പറയുക അശ്വത്ഥമാവിനെയും കൃപരും ഉണ്ട് കൃതവർമാവിനോടൊക്കെ ഈ കാര്യം പറഞ്ഞപ്പോ അവര് ഓടി വരികയാണ്. അവര് പിന്നെ പുറക്കളത്തിലേക്ക് ദുര്യോധനന്റെ അടുത്തേക്ക് ഓടി വരുന്നു. ഓടി വന്നിട്ട് പിന്നെ സങ്കടത്തോട് ഓടി വന്നിട്ട് എന്ത് ചെയ്യുന്നു, പിന്നെ അവർക്ക് കുറെ പരിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവര് പിന്നെ 3 പേരും ഓടി വന്നിട്ട് നമ്മളെ ദുര്യോധനന്റെ അടുത്ത് വന്നിരുന്നു, അടുത്ത് നിലത്തിരുന്നു എന്ന് പറയുന്നത് 3 ആൾക്കാരും. അതില് അശ്വത്ഥമാവാണ്, ഈ ദ്രോണരുടെ പുത്രൻ അശ്വത്ഥമാവുണ്ടല്ലോ, അതിൽ കണ്ണീരുമായിട്ട് പല കണ്ണീരോട് കൂടിയിട്ട് പലതും പറഞ്ഞ് വിലപിച്ചു അല്ലെ. അപ്പോ അവരുടെ വിലാപം കേട്ടിട്ട് ദുര്യോധനൻ അവരെ ആശ്വസിപ്പിക്കുകയാണ്. എന്താ പറയണത്, നോക്കൂ, ഇത് തന്നെയാണ് മനുഷ്യന്റെ വിധി. എത്ര സമ്പത്തും എത്ര അധികാരവും എന്തെല്ലാം നമുക്ക് ഉണ്ടായിരുന്നു, ഞാൻ എത്രയും പ്രതാപം നമുക്കുണ്ടായിരുന്നല്ലോ, ഈ ഭാരതം മുഴുവൻ ഭരിച്ചിരുന്നത് ഞാനായിരുന്നല്ലോ. ഇത് തന്നെയാണ് മനുഷ്യന്റെ വിധി. രാജാവായിട്ട് പോലും ഞാൻ വീണുപോയി. നോക്കൂ, ഭാഗ്യവശാൽ ഞാൻ യുദ്ധത്തിൽ തോറ്റോടിയിട്ടില്ല കേട്ടോ. ഞാൻ ക്ഷത്രിയന്മാർ ചെയ്ത പോലെ തന്നെ ഞാൻ യുദ്ധത്തിൽ ഒരിക്കലും ഞാൻ തോറ്റോടിയിട്ടില്ല അല്ലെ. പാപികൾ, ഈ പാണ്ഡവന്മാര് പാപികളാണ്, അല്ലെങ്കിൽ കള്ളത്തരം കൊണ്ടാണ് എന്നെ അവര് കൊന്നത് അല്ലെ. എന്താണെങ്കിലും പിന്നെ എനിക്ക് വളരെ സന്തോഷമായി. എനിക്ക് ഭാഗ്യവശാൽ നിങ്ങളെ കാണാൻ പറ്റിയല്ലോ. നിങ്ങൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ, നിങ്ങളെ ഈ നാശത്തിൽ നിങ്ങൾ പെടാതെ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റിയല്ലോ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ എന്നെ ചൊല്ലി നിങ്ങളെ വ്യസനിക്കരുത് കേട്ടോ. പിന്നെ ഈ വേദങ്ങളൊക്കെ, ഞാൻ പഠിച്ച പുരാണവും വേദങ്ങളും ധർമ്മങ്ങളൊക്കെ സത്യമാണെങ്കിൽ ഞാൻ എന്താണെങ്കിലും അക്ഷയലോകം, അതായത് എനിക്ക് ദേവലോകം കിട്ടും, എനിക്ക് സ്വർഗം കിട്ടും. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്തു, കൃഷ്ണന്റെ പ്രഭാവം അവർക്കാണ്, കൃഷ്ണന്റെ സപ്പോർട്ട് മുഴുവൻ പാണ്ഡവർക്കാണ് അല്ലെ. കൃഷ്ണന്റെ പട കൗരവന്മാർക്കുമായി, കൃഷ്ണന്റെ സപ്പോർട്ട് മുഴുവൻ പാണ്ഡവർക്കായി. കൃഷ്ണന്റെ സഹായം നേടാൻ വേണ്ടിയിട്ട് ഇവര് പോയി. കൃഷ്ണന്റെ സഹായം നേടാൻ പോയിട്ട് ദുര്യോധനനും അർജുനനും പോയ സമയത്ത് അവിടെ കൃഷ്ണൻ ദ്വാരകയിൽ കിടക്കുന്ന സമയത്ത്, നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്, നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഇത്രയും ഒരുപാട് പിന്നെ ഇവിടുത്തെ പടയും, അതായത് എന്റെ പട, അതായത് ഗോപാലപ്പട എന്ന് പറയും, ഗോപാലപ്പട അല്ലെ, അല്ലെങ്കിൽ ഗോപന്മാരുടെ ഈ പട മുഴുവനും ഇവിടുത്തെ സ്വത്തും സമ്പത്തും ഒക്കെ ഒരു വശത്തുണ്ട്. പിന്നെ ഞാൻ ഇപ്പുറത്ത് ഒരു വശത്തുണ്ട്. എനിക്കാണെങ്കിൽ ഞാൻ ഒരിക്കലും യുദ്ധത്തിൽ ഞാൻ പിന്നെ ആയുധം എടുക്കില്ല, ഞാൻ ഇപ്പുറത്തുണ്ട്. നിങ്ങൾക്ക് ആർക്കാണ്, ഏതാ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് രണ്ടാൾക്കാർ വേണ്ടി ഏത് വേണമെങ്കിലും ചോയ്സ് ചെയ്യാന്ന് അർജുനൻ അർജുനോടും പറഞ്ഞു. അതില് അർജുനോട് പറഞ്ഞു, അർജുനൻ നിനക്ക് എന്താ വേണ്ട ചോദിച്ചു. അർജുനൻ പറഞ്ഞു, എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് ഒരു പടയും വേണ്ട, എനിക്ക് അങ്ങ് മാത്രം മതി. അയ്യോ, ഞാൻ യുദ്ധം ചെയ്യില്ല, യുദ്ധത്തിൽ ഞാൻ ഒരു ആയുധം പോലും ഞാൻ എടുക്കില്ലല്ലോ. അതില് ദുര്യോധനൻ പറഞ്ഞു, എനിക്ക് എന്തിനാ അവനെ, അല്ലെങ്കിൽ തന്നെ ഈ പിന്നെ ശ്രീകൃഷ്ണൻ ആർക്ക് വേണം, ഒരു മണങ്ങൻ, അയാൾക്ക് പിന്നെ ആയുധം എടുക്കാതെ കൂടി വന്നാ പിന്നെ അയാൾ എന്തിനാ പറ്റുക, എനിക്ക് അതൊന്നും വേണ്ട, എനിക്ക് ഈ പട മാത്രം മതി എന്ന് പറഞ്ഞിട്ടാണ്, അങ്ങനെയാണ് പട മൊത്തം ഈ പിന്നെ ദുര്യോധനന്റെ കൗരവപക്ഷത്ത് ചേർന്നത്.
അപ്പോ ആയുധമെടുക്കാത്ത കൃഷ്ണൻ മാത്രം ആർക്ക് കിട്ടി? പാണ്ഡവർക്ക് കിട്ടിയെന്നർത്ഥം. അപ്പൊ അതാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ അങ്ങനെ പറഞ്ഞത് ഈ ഞാൻ പിന്നെ എന്താ വെച്ചെങ്കിൽ കൃഷ്ണന്റെ പ്രഭാവം എനിക്ക് അറിയാം, കൃഷ്ണന്റെ ശക്തി എനിക്ക് അറിഞ്ഞിട്ടും ഞാൻ ക്ഷത്രിയധർമ്മത്തിൽ നിന്ന് അനങ്ങിയില്ലല്ലോ. ഞാൻ ക്ഷത്രിയധർമ്മത്തിൽ ഒരിക്കലും അനങ്ങിയിട്ടില്ല. പിന്നെ നിങ്ങളൊക്കെ എന്റെ ജയത്തിനു വേണ്ടി നിങ്ങളെ ആവുന്നതൊക്കെ ചെയ്തു അല്ലെ. കൃപരോടും കൃതവർമാവിനോടും അശ്വത്ഥമാവിനോടും പറയാണ്, നിങ്ങളെല്ലാം എന്റെ ജയത്തിനു വേണ്ടി എല്ലാം ചെയ്തു. പക്ഷെ വിധി കവച്ചു കടക്കാവതല്ലോ, വിധി ഒരിക്കലും കവച്ചു കടക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നു. അങ്ങനെ ഇത്രയും പറഞ്ഞിട്ട് വീണ്ടും കണ്ണില് വെള്ളം നിറഞ്ഞിട്ടും വേദന കൊണ്ട് ഞെരുങ്ങിയും മിണ്ടാതായ ദുര്യോധനോട് ഭയങ്കര ഇങ്ങനെയുള്ള കണ്ണിൽ ഇങ്ങനെ വെള്ളം നിറക്കിയ ദുര്യോധനൻ വേദന കൊണ്ട് പൊളയുക. കാരണം ഇതൊക്കെ അരഞ്ഞ് തുടക്ക അരച്ച് അടിച്ചടിച്ച് പൊട്ടിച്ച ചമ്മന്തി ആക്കിയതല്ലേ, ജീവൻ പോണ്ടേ. അപ്പൊ ഇങ്ങനെ വേദനിച്ചിട്ട് ഇങ്ങനെ ഇതാക്കി ഞെരങ്ങിയിട്ടും വേദന കൊണ്ട് മിണ്ടാൻ വയ്യ ദുര്യോധനോട്. ദുര്യോധനോട് എന്താണ്, ക്രോധം കൊണ്ട് കത്തിക്കാള അശ്വത്ഥമാവ് അല്ലെ. അശ്വത്ഥമാവ് കത്തിക്കാള ദേഷ്യം വന്നിട്ട് എന്നിട്ട് ഇങ്ങനെ കൈ തിരുമ്മി. ഈ അശ്വത്ഥമാവ് കൈ തിരുമ്മിയിട്ട് തൊണ്ട കിടറിക്കൊണ്ട് പറയാണ്, ആ ദുഷ്ടന്മാർ കൊടും ക്രൂരത കാട്ടി എന്റെ അച്ഛനെ വധിച്ചു, അതിലും എനിക്കത്ര വ്യസനമില്ല. അങ്ങയുടെ സ്ഥിതി കാണുമ്പോൾ ഞാനിതാ എന്റെ സുഹൃതങ്ങളെ പിടിച്ചാണയിടുന്നു. ഇന്നു ഞാൻ സർവപാഞ്ചാലരെയും വാസുദേവൻ കാണത്തന്നെ കാലനൂർ പൂയിക്കും. അതിന് താങ്കൾ അനുവാദം തെരുമാറാകണം. നോക്കൂ, അതാണ് പറഞ്ഞത്. തൊണ്ടടുതി പറയാം. കാരണം ആ ദുഷ്ടന്മാരെന്ന് പറഞ്ഞാൽ പാണ്ഡവന്മാര്, അതും ഒരു കാര്യമുണ്ട്. പാണ്ഡവന്മാര് യുദ്ധങ്ങൾ ചെയ്യുന്ന സമയത്ത്, പാണ്ഡവന്മാരും കൗരവന്മാരും യുദ്ധ സമയത്ത് എന്ത് ചെയ്തു, ഈ ദ്രോണനാണല്ലോ അപ്പുറത്ത് ദ്രോണന്, അതായത് ഈ അശ്വത്ഥമാവിന്റെ പിന്നെ പിതാവാണ് ദ്രോണന്. അത് കൗരവപക്ഷത്താണ്, അവരുണ്ട് അപ്പുറത്ത്. ഇപ്പുറത്ത് പാണ്ഡവപക്ഷത്ത് അങ്ങോട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പിന്നെ ഭീമൻ ഒരു കാര്യം പറഞ്ഞു, അശ്വത്ഥമ ഹതാ എന്ന് ഒരു വാക്ക് പറഞ്ഞു. ആ ദ്രോണന് ഇത് കേട്ടു. ദ്രോണന് കേട്ടോട് കൂടി എന്തായി, അയ്യോ അശ്വത്ഥമാവ് എന്ന് പറഞ്ഞാൽ ദ്രോണന്റെ പുത്രനാണല്ലോ. അയാള് പിന്നെന്ത് ചെയ്തു, അയ്യോ കഷ്ടായല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ഈ വില്ലും അയാളെ അമ്പും വെച്ച് അയാളെ വില്ലൊക്കെ എന്ത് ചെയ്തു, തേരിൽ വെച്ചിട്ട് ക്ഷീണിതനായിട്ട് താഴത്തേക്ക് അവിടെ പോയിട്ടിരുന്നു. താഴത്ത് പോയിട്ട് ഇങ്ങനെ ക്ഷീണിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ ദൃഷ്ടദ്യുമ്നുണ്ട്, അതായത് പാഞ്ചാലിയുടെ സഹോദരൻ, ഇവൻ അങ്ങോട്ട് കയറി ചെന്നിട്ട് എന്ത് ചെയ്തു. അപ്പൊ ഇങ്ങനെ സമയത്ത് എന്ത് ചെയ്തു, ഉറപ്പിക്കുന്നില്ല. അതായത് അശ്വത്ഥമ ഹത എന്ന് പറയാണ്. ഹതാന്ന് ഉറക്ക പറയണേ ഭീമൻ, ഉറക്ക അട്ടക. ഭീമൻ നല്ല ശബ്ദമാണല്ലോ. ഹതാന്ന്, അയ്യോ എന്റെ മകൻ മരിച്ചല്ലോ. അപ്പൊ ഇയാള് ധർമ്മപുത്രന്റെ അവിടെ, ധർമ്മപുത്രൻ മുഖത്തേക്ക് നോക്കി ഈ ദ്രോണനെ, അത് സത്യമാണെന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ അശ്വത്ഥമ ഹത കുഞ്ചര എന്ന് പതുക്കെ പറഞ്ഞത് നമ്മുടെ ധർമ്മപുത്രന്. അപ്പോ അയ്യോ എന്റെ മകൻ മരിച്ചു എന്ന് കേട്ടിട്ടാണ് അയാൾ അവിടെ ക്ഷീണിച്ച് അവിടെ ഇരുന്നു. ഇരുന്ന സമയം വില്ലൊക്കെ വെച്ച് അമ്പും വില്ലും വെച്ചിട്ട് അവിടെ താഴത്തിരുന്ന സമയത്ത് ഈ ദൃഷ്ടദ്യുമ്നൻ എന്ത് ചെയ്തു, വേഗം പോയി ചെന്നിട്ട് അയാളെ തേയില് ചാടി കയറിയിട്ട് ആ ദ്രോണരെ കഴുത്താണ് വെട്ടിക്കൊന്നു. ആ ഗുരുവാണ്, ഗുരുവിനെ കൊന്നു ഈ ദൃഷ്ടദ്യുമ്നൻ. അതിലെന്താണ് ഇയാള് ധർമ്മപുത്ര പിന്നെ നോക്ക്, അശ്വത്ഥമ ഹത, അശ്വത്ഥമ മരിച്ചു, അശ്വത്ഥമ ഹത കുഞ്ചര എന്നാണ്. കുഞ്ചരെന്ന് പതുക്കെ പറഞ്ഞുള്ളൂ, കാരണം മകനും മരിച്ചിട്ടില്ല. മകൻ മരിച്ചു ക്ഷീണിച്ചിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഹത കുഞ്ചര എന്ന് പറഞ്ഞാല് ആന, അശ്വത്ഥമാവ് എന്നു പേരിലൊരു ആനയാണ് മരിച്ചതെന്നാണ് അതിന്റെ അർത്ഥം. അത് ഹത കുഞ്ചര എന്ന് പതുക്കെ പറഞ്ഞുള്ളൂ. അത് ദ്രോണർക്ക് കേൾക്കാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അശ്വത്ഥമാവ് ഹത എന്ന് പറയുമ്പോ എന്റെ മകൻ മരിച്ചു ഹത ഇത് കേട്ടിട്ടാണ് ആകെ ക്ഷണിച്ചു. ഈ സമയത്താണ് അവിടെ പോയിട്ട് ഈ ദൃഷ്ടദ്യുമ്നൻ വെട്ടിക്കൊന്നത് ഗുരുവിന്. അപ്പൊ അതൊക്കെ അശ്വത്ഥമാവന് അറിയാം, മകനായിട്ട് അശ്വത്ഥമാവന് അറിയാം. അത്രയും ദുഷ്ടനാണ് ഈ പാണ്ഡവരുടെ ആൾക്കാരെന്ന് പറയുന്നത്. അപ്പൊ ആ ദുഷ്ടന്മാർ കൊടും ക്രൂരത കാട്ടി എന്റെ അച്ഛനെ വധിച്ചു. കൊടും ക്രൂരതയെ കാണിച്ചത്, നുണ പറഞ്ഞിട്ടാണ് അല്ലെ കൊന്നത്. പക്ഷെ ധർമ്മപുത്രൻ നുണ പറയില്ല. പക്ഷെ ഹതാ അശ്വത്ഥമ ഹതാ കുഞ്ചര എന്ന് പറഞ്ഞു. ആന എന്ന അശ്വത്ഥമാവ് മരിച്ചു. അശ്വത്ഥമാവ് എന്ന പേരിൽ ആന മരിച്ചു എന്നാണ് ഹതാവൻ. ആന മരിച്ചിരുന്നു അവിടെ യുദ്ധത്തിൽ. അത് പറഞ്ഞതാണ്. പക്ഷെ കുഞ്ചരാന്ന് പതുക്കെ പറഞ്ഞത് അർത്ഥം. ഈ ഭീമനാശെങ്കിൽ അശ്വത്ഥമ ഹത എന്ന് ഉറക്കെ പറഞ്ഞു. അത് കേട്ടിട്ടാണ് ധർമ്മപുത്രനും അയ്യോ അശ്വത്ഥമ ഹത കുഞ്ചര എന്ന് പതുക്കെ പറഞ്ഞുള്ളൂ. അതേ ഉണ്ടായത് കാര്യം. അതിലും എനിക്ക് അതിലും വ്യസനമില്ല. അവര് കൊന്നോട്ടെ, എന്റെ അച്ഛനെ എന്റെ പിതാവിനെ വെട്ടി കൊന്നു. അങ്ങയുടെ സ്ഥിതി കാണുമ്പോൾ ഞാനിതാ അല്ലെ എന്റെ സുഹൃത്തുക്കളെ പിടിച്ചാണിടുന്നു. അങ്ങയുടെ സ്ഥിതി കാണുമ്പോ
എന്റെ സുഹൃത്തുക്കളെ പിടിച്ചത് ആണയിടാണ്. ഇന്നും ഞാൻ സർവ്വ പാഞ്ചാലരെയും, ഇന്ന് എല്ലാ പാഞ്ചാലരെയും, ഈ പാഞ്ചാലരുടെ മക്കളെ മൊത്തം, എന്റെ പാഞ്ചാല ദേശത്തുള്ള ആളാണല്ലോ നമ്മളെ ഈ ദൃഷ്ടദ്യുമ്നൻ, പാഞ്ചാലയുടെ സോദരനാണല്ലോ. അവനെയും ഒക്കെ ഞാൻ, അവന്റെ മക്കളെയും ഒക്കെ ഞാൻ കൊല്ലും. വാസുദേവൻ കാണത്തില്ല, വാസുദേവനുണ്ട്, അതായത് ശ്രീകൃഷ്ണൻ കാണത്തന്നെ ഞാൻ അവരെ കാലനൂർ പൂയിക്കും. ഞാൻ അവരെ കാളിന്റെ നാട്ടിലേക്ക് എത്തിക്കും. അതിന് താങ്കൾ അനുവാദം തരുമാറാകണം. അല്ലയോ ദുര്യോധന മഹാരാജാവേ, അതെനിക്ക് അനുവാദം തരണം എന്നാണ് പറഞ്ഞത്. അപ്പൊ നോക്കൂ, അപ്പൊ അങ്ങനെ പറഞ്ഞോട് കൂടി എന്ത് ചെയ്തു, വേഗം പിന്നെ ഇത് കേട്ട് ഉടനെ ദുര്യോധനൻ കൃപരോട് പറഞ്ഞു. കൃപരാണ് അവിടെ ബ്രാഹ്മണനാണ്. ഈ ദ്രോണരും അശ്വത്ഥമാവും ബ്രാഹ്മണനാണ്, ക്ഷത്രിയനല്ല. അപ്പോ കർമ്മം ചെയ്യണം, നല്ല കർമ്മം ചെയ്തിട്ട് സേനാപതി ആക്കുകയാണ് ചെയ്യുന്നത്. കാരണം സേനാപതി ആക്കുന്ന സമയത്ത് അവിടെ ബ്രാഹ്മണനെ സേനാപതി ആക്കാൻ ഉത്തരവാദിത്വം രാജാവിന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവിടെ വെച്ചിട്ട് അഭിഷേകം ചെയ്തിട്ട് സേനാധിപനാക്കി മാറ്റണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അവിടെയുള്ള ഇവരോട് കൃപരോട് പറഞ്ഞു. കൃപര് ഇവിടെ പഴയ ഒരു ആചാര്യനാണ്. അവരോട് പറഞ്ഞു, വേഗത്തിൽ നിറകുടം കൊണ്ടുവരൂ, അങ്ങനെ വേഗം കൊണ്ടുവന്നു, പിന്നെ എന്റെ ആജ്ഞ അനുസരിച്ച് ദ്രോണപുത്രനെ വേഗം സേനാപതിയാക്കൂ എന്ന് പറയുന്നു. അങ്ങനെ ദുര്യോധനൻ ആജ്ഞ കൊടുത്തു, കൃപര് വേഗം അഭിഷേകം ചെയ്തു. അങ്ങനെ പിന്നെ ബ്രാഹ്മണൻ രാജാവിന്റെ കൽപ്പന കിട്ടിയിട്ട് യുദ്ധം ചെയ്യാവൂ എന്നാണ് പറയുന്നത്. അങ്ങനെ അതാണ് ശസ്ത്രവിധി, അല്ലെ? ആ ശാസ്ത്രവിധി, ശാസ്ത്രവിധി, ശസ്ത്രശാസ്ത്രവിധികളൊക്കെ അങ്ങനെയാണ്, ആയുധത്തിന്റെ കാര്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ബ്രാഹ്മണൻ രാജാവിന്റെ കൽപ്പന, രാജാവായിട്ടുള്ള ദുര്യോധനൻ കൽപ്പിച്ചു. അങ്ങനെ അയാള് പിന്നെ കിട്ടി യുദ്ധം ചെയ്യാവൂ അങ്ങനെ കൊടുത്തു. അങ്ങനെ കൃപട അത് നടത്തി കൊടുത്തു, അഭിഷേകം ചെയ്തു കൊടുത്തു. ദ്രൗണി രാജാവിനെ ആശ്രയിച്ചു. ദ്രൗണി മറ്റവിടെ വീണ് കിടക്കുന്ന ദുര്യോധനെ കെട്ടിപ്പിടിച്ചു, അനുഗ്രഹം വാങ്ങിച്ചു. അങ്ങനെ വിട വാങ്ങിയിട്ട് ആർത്തു വിളിച്ചുകൊണ്ട് മറ്റു രണ്ടുപേരുണ്ട്, കൃപരോടും കൃതവർമാവിനോടും കൂടിയിട്ട് അങ്ങനെ ഓടി, രണ്ടുപേരോടും കൂടിയിട്ട് അവിടെ വിട്ടു ഓടിപ്പോയി, പാഞ്ചാലിയുടെ അടുത്തേക്ക് പോവാണ്. അപ്പോ ഈ കാര്യത്തിൽ നോക്കൂ, എന്ത് എങ്ങനെയാണെങ്കിലും ഈ ഇദ്ദേഹത്തിന് എപ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ദുര്യോധനന് സ്വപ്രത്യയസ്ഥൈര്യം എപ്പോഴും ഉണ്ടാവും. അതായത് എന്താണെങ്കിലും പിന്നെ സ്വന്തം വിശ്വസത്തില് അല്ലെങ്കിൽ സ്വന്തം ഒരു തീരുമാനത്തിൽ നിൽക്കുക, അതാണ് സ്വപ്രത്യയസ്ഥൈര്യം എന്ന് പറഞ്ഞാൽ. അതിൽ ഉറച്ചു നിൽക്കുക. സ്വന്തം നിഗമനം എന്താണ്, സ്വന്തം നിഗമനത്തിൽ ഉറച്ചു നിൽക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോ എതിരാളികളോട് അവൻ മരണത്തോട് മല്ലടിക്കുമ്പോഴും പിന്നെ എപ്പോഴും ആ സ്വപ്രത്യയ സ്ഥൈര്യം ഉണ്ടായിരുന്നു എന്ന് മാരാട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോ എത്ര അഹങ്കാരം ഉണ്ടെങ്കിൽ, ഇപ്പൊ ദുര്യോധനൻ കാണിച്ച അഹങ്കാരത്തിലും സ്വപ്രത്യയ സ്ഥൈര്യത്തിലും എതിരാളികളോടുള്ള അവജ്ഞയിലും മറ്റും ആദരണീയമായ ഒരു അംശമുണ്ടെന്ന് ആർക്കാനും തോന്നിയിരിക്കുമോ അവിടെ ആദരിക്കാൻ പറ്റും. കാരണം എപ്പോഴും അങ്ങനെ താൻ പിടിച്ചത് പുളിങ്കൊമ്പ്, താൻ പിടിച്ചതാണ് സത്യം എന്ന് പറയുന്നത്, അങ്ങനെയുള്ളൊരു സ്വപ്രത്യയ സ്ഥൈര്യമാണ് ദുര്യോധനൻ ഉണ്ടായിരുന്നത്. അതിനോട് ആരും താല്പര്യം ഉണ്ടാവില്ല, അല്ലെ? ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്തൊരു മനുഷ്യൻ. പക്ഷെ അതെന്താണ്, രാജാവായിട്ട് ഞെളി നടക്കുമ്പോഴും ആ ഒരു ഭാവം ഉണ്ടായിരുന്നു, ഇപ്പൊ കിടക്കുമ്പോഴും അതേ ഭാവമുണ്ട്. അപ്പൊ നമുക്കും തോന്നും, നമുക്ക് അറിയാതൊരു ആദരവ് അദ്ദേഹത്തോട് തോന്നിയിരിക്കുന്ന അർത്ഥം. എന്നാൽ ഇന്ന് ഈ മൃത്യുരംഗത്തിൽ നിലത്ത് വീണ് പ്രാണവേദന കൊണ്ട് ഞെരുങ്ങുമ്പോഴും അയാളിൽ അതേ ഭാവങ്ങൾ അതേ അളവിൽ നോക്കൂ, അതേ സ്വപ്രത്യയ സ്ഥൈര്യം, എതിരാളികളുള്ള അവജ്ഞ, എപ്പോഴും വെറുപ്പാണ്. പാണ്ഡവന്മാരൊക്കെ എപ്പോഴും വെറുപ്പാ, അവജ്ഞയായിട്ട് സംസാരിക്കുള്ളൂ. പുച്ഛായിരുന്നു അദ്ദേഹത്തിന്. ഈ പാണ്ഡവന്മാരെ ഭീമനോടും അതുപോലെ തന്നെ അർജുനനോടും നകുല സഹോദരന്മാരോടും ധർമ്മപുത്രരോടൊക്കെ ഒരു പുച്ഛമായിരുന്നു എന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പാഞ്ചാലിയുടെ അടക്കം പുച്ഛമായിരുന്നു. അപ്പൊ എപ്പോഴും ഉണ്ടായിരുന്നത്, ഇപ്പോഴും അതേ അവസ്ഥയിൽ വീണ് കിടക്കുമ്പോഴും ആ ഒരു ഭാവത്തിൽ നിന്ന് അയാൾക്ക് മാറാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതാണ് സ്വപ്രത്യയ പിന്നെ സ്ഥൈര്യം എന്നാ പറയുക. അതായത് സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള, അത് ഏത് സമയത്താണെങ്കിലും, അത് നല്ല ഞെളിഞ്ഞു നടക്കുന്ന സമയത്തും അല്ലെങ്കിൽ രാജാവായിട്ട് ഞെളിഞ്ഞു നടക്കുന്ന സമയത്തും മരിച്ച് വീണ് കിടക്കുന്ന സമയത്തും ആ ഒരേ ഭാവം അയാളില് കാണാൻ കഴിയുന്നു അർത്ഥം. അപ്പൊ അതിലൊരു സ്ഥിരസത്വതയുണ്ടെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് എന്തൊരു സ്ഥിരത അതിലുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അല്ലെ? ഏതായാലും ഈ സ്ഥിതിയിൽ അങ്ങനെയുള്ള ഒരാളെ ഈ സ്ഥിതിയിൽ ആരെങ്കിലും തലയ്ക്ക് ചവിട്ടി പോവോ? അത് ഭീമൻ മാത്രമേ ചെയ്യുള്ളൂ. ഭീമൻ തൊടയൊക്കെ അടിച്ച് പൊട്ടിക്കാൻ മാത്രമല്ല, പിന്നെ ഈ വീട് നടക്കുന്ന സമയത്ത് എന്തുവാണ്, തലയ്ക്ക് ഒരു ചവിട്ടിയിട്ടാണ് പോയത്, അല്ലെ? അത് ആരെങ്കിലും ചെയ്യാൻ കഴിയുമോ? അതൊരു അധർമ്മത്തിന്റെ സൂചകമായിട്ടാണ് മാരാര് കാണുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദുര്യോധനൻ തന്റെ വൃദ്ധരായ മാതാപിതാക്കളെയും ആരോമലായ ഭാര്യയെയും ഓർക്കുന്നതിന് മുമ്പേ
തങ്ങളുടെ ഏക സഹോദരിയായ ദുഷളയെ ചൊല്ലി വ്യസനിക്കുകയാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഹൃദയോന്നതി പരീക്ഷയ്ക്ക് ചോദിക്കിയത്. ആ ഹൃദയോന്നതിക്ക് മുമ്പിൽ, ആ ആഭിജാത്യം, ആ തറവാടിത്തത്തിന് മുമ്പിൽ ഒരിറ്റു കണ്ണുനീർ തൂകാതിരിക്കാൻ ആർക്കും സാധിക്കും? നമുക്കൊക്കെ ആരും ഒരു തിറ്റ് കണ്ണീര് തൂകും എന്നാ പറയണത്. എന്താണെങ്കിലും അതോ ഉറപ്പായിട്ട് ചെയ്യുന്ന അർത്ഥം. അപ്പൊ എന്താണെങ്കിലും ഈ സമയത്താണ് ഇവരെല്ലാരും കൂടിയിട്ട് പോവാണ്. അതായത് പാണ്ഡവ പാളയത്തിലെത്തി എല്ലാവരും പോവാണ്. അശ്വത്ഥമാവും എന്താ പറയാ കൃപരും കൃതവർമാവും കൂടി പാണ്ഡവ പാളയത്തിലേക്ക് പോവാണ് അല്ലെ. അങ്ങനെ അവിടെ പോയ സമയത്ത് പിന്നെ രണ്ട് വേറെ ആളുണ്ട്. സാത്വികി ഉണ്ട്. കൃഷ്ണന്റെ തേരാളിയാണ് സാത്വികി. അങ്ങനെ 7 പേരാണ്. കൃഷ്ണനും തേരാളിയായ സാത്വികിയും പിന്നെ ഈ അശ്വത്ഥമാവും കൂട്ടരും ഒക്കെ. അങ്ങനെ ആകെ അവശേഷിക്കുന്ന അത്ര ആൾക്കാരേ ഉള്ളൂ അവിടെ. പിന്നെ പാണ്ഡവരെ കൂടാതെ ആകെ അവശേഷിക്കുന്നത് അശ്വത്ഥമാവ്, കൃതവർമാവ് 3 പേര്, സാത്വികി, പിന്നെ കൃഷ്ണ തേരാളിയ സാത്വികി, പിന്നെ കൃഷ്ണൻ. അപ്പൊ 5 പേരായില്ലേ അല്ലെ. 5 പേരും പിന്നെ നമ്മളെ പാണ്ഡവർ 5 പേര്. പാണ്ഡവരിലെ 5 പേര് പാണ്ഡവർ 5 പേരും പിന്നെ സാത്വികിയും കൃഷ്ണമുതാണ് 7 പേര്. പാണ്ഡവരിൽ അവശേഷിക്കുന്ന ആൾക്കാരുള്ളൂ. പിന്നെ മറ്റുള്ള അശ്വത്ഥമാവും 3 പേര് അവിടെ അവശേഷിക്കുന്ന അവര് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവരെന്ത് ചെയ്തു? വേഗം 3 പേരും പാണ്ഡവരുടെ പാളയത്തിൽ ഓടിയെത്തി. ഇവിടെ എന്ത് ചെയ്തു? ആ സമയത്ത് അവിടെ വേറൊരു കാര്യമുണ്ട്. ആ സമയത്ത് അവര് കൃഷ്ണൻ പറഞ്ഞു, ഏതായാലും ഇപ്പം നമുക്ക് യുദ്ധം നേടി, നമ്മൾ യുദ്ധം വിജയിച്ചു അല്ലെ, സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കും. പാണ്ഡവർക്കൊക്കെ സന്തോഷമാണ്. പാണ്ഡവർ അവരുടെ ഈ രാജ്യം അല്ലെങ്കിൽ ഭാരതം അവർ നേടിയെടുത്തു. അവരുടെ കാവലന്മാരെയൊക്കെ മുഴുവൻ നശിപ്പിച്ചു, നേടിയെടുത്തു. അപ്പോൾ ഇന്ന് സന്തോഷമുള്ള ദിവസമാണ്, നമുക്ക് കുറച്ച് മാറി വിശ്രമിക്കാം, ഇവിടുന്ന് പോയിട്ട് നമുക്ക് മാറി നിൽക്കാം എന്ന് എല്ലാവർക്കും സന്തോഷമാണല്ലോ. അപ്പൊ നമുക്ക് ഇന്ന് എല്ലാവരും ഈ പാളയത്തിൽ നിന്ന് പുറത്തു പോയിട്ട് പാർക്കാം എന്ന് പറയുന്നു. അങ്ങനെ കൃഷ്ണൻ എന്ത് ചെയ്തു? സാത്വികിയും കൂട്ടിയിട്ട് ഈ പാണ്ഡവന്മാരും പോയിട്ട്, സാത്വികിയും കൃഷ്ണനും ഈ 5 പാണ്ഡവന്മാരും 5 ആളുകളുടെ പാണ്ഡവന്മാരും പോയിട്ട് അങ്ങനെ ഓഗവതി നദി ഉണ്ട്. ഓഗവതി നദി എന്ന് പറഞ്ഞാല് 7 സരസ്വതി നദിയില് 7 സരസ്വതി നദി ഉണ്ട്. അതിൽ ഒരു ഒന്നിന്റെ പേരാണ് ഓഗവതി നദി എന്നാ പറയുന്നത് അല്ലെ. 7 സരസ്വതി നദിയില് എന്ന് പറയും. 7 സരസ്വതി നദിയിലെ ഒരു നദിയുടെ പേരാണ് 7 സരസ്വതി നദി ഉണ്ടെന്നാ പറഞ്ഞത്. നമ്മുടെ ഇവിടെ ഭാരതത്തിലെ 7 സരസ്വതി ഉണ്ട്. അതിൽ ഒന്നിന്റെ പേരാണ് നമ്മുടെ ഓഗവതി നദി കേട്ടോ. അവിടേക്ക് പോയി അവിടെ ചെന്ന് അവിടെ നിന്ന് വിശ്രമിക്കുകയാണ് അവര്. അപ്പൊ ഈ സമയത്താണ് ദ്രൗണിയും ശിബിരദ്വാരത്തിലേക്ക് വെച്ച് ദ്രൗണി അവിടെ എത്തി. ദ്രൗണി വേഗം പാളയത്തിലേക്ക് എത്തി. അതായത് പാണ്ഡവ പാളയത്തിലെത്തി, ശിബിരത്തിലേക്ക് എത്തി. ദ്രൗണി പറഞ്ഞാൽ ദ്രോണന്റെ പുത്രനായിട്ടുള്ള അശ്വത്ഥമാവ് എത്തിയിട്ട് ആ ഒരു ശിബിരണ്ട് നമ്മളെ പാണ്ഡവ ശിബിരണ്ട് അവിടെ വെച്ചിട്ട് ആ ദൂരത്തിലെത്തിയ സമയത്ത് കൃതവർമ്മയോട് പറഞ്ഞു, ഞാന് ഈ ശിബിരത്തിൽ കടന്ന് കാലിനെ പോലെ പ്രവർത്തിക്കും, ഒറ്റ ഒരുത്തനും നിങ്ങളുടെ അടുക്കൽ നിന്നും ജീവനും കൊണ്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം, ആരും പുറത്തേക്കും ഞാൻ അവിടെ ഒക്കെ വെട്ടിക്കൊല്ലും, രാത്രിയാണ് സമയം, ഒക്കെ ഞാൻ വെട്ടിക്കൊല്ലും. പക്ഷെ അതുകൂടെ ഈ ദ്വാരത്തു കൂടെ ആരെങ്കിലും പോകുമ്പോൾ നിങ്ങൾ അവര് വെട്ടി നശിപ്പിക്കണം എന്ന് പറയാണ്. എന്നിട്ട് അയാൾ ശിബിരത്തിലേക്ക് ചാടിക്കിടക്കുകയാണ്. ചാടിക്കിടന്നിട്ട് എന്താണ്, അതെനിക്ക് അയാൾക്ക് അറിയാം, അവിടെയുള്ള ശിബിരത്തിലെ എല്ലാ സ്ഥലവും അയാൾക്ക് അറിയാം, നന്നായിട്ട് അറിയാം അശ്വത്ഥമാവിന്. അയാളെ നേരെ പോയിട്ട് അവിടെ ദൃഷ്ടദ്യുമ്നുണ്ട് അല്ലെ, അയാൾ അവിടെ ഒരു പ്രത്യേക മുറിയിൽ അങ്ങനെ ക്ഷീണിച്ച് ഉറക്കത്തില്ല, അല്ലെങ്കിൽ പകുതി ഉറക്കത്തിലാണ് അദ്ദേഹം, ഉറങ്ങിക്കിടക്കുക. അപ്പോ എന്താണ്, യുദ്ധശ്രാന്തനായിട്ട് ദൃഷ്ടദ്യുമ്നൻ മാലകളൊക്കെ വിജയിച്ചാലേ, 18 ദിവസം നിന്ന് നടന്ന യുദ്ധമല്ലേ. അപ്പൊ ആകെ ക്ഷീണിതനായിട്ട് എന്ത് ചെയ്തു അയാളാകെ അദ്ദേഹത്തിന്റെ മുറിയിലെ മാലകളൊക്കെ അവിടെയൊക്കെ പൂമാലകളൊക്കെ ബെഡിലൊക്കെ നിറച്ചു വെച്ച് അവിടെ നറുമണം പുകച്ചു വെച്ച് ആ വെള്ളം വിരിച്ചിട്ട് ആ വലിയ മെത്തയിൽ കിടന്നിങ്ങനെ ഒരു ഭയവും ഇല്ലാതെ അദ്ദേഹം സൗര്യമായിട്ട് കിടന്നുറങ്ങാണ് അല്ലെ. ആ സമയത്തേക്കാണ് ദ്രൗണി അല്ലെ വാളുമായിട്ട് ചാടി വീഴുന്നത്. അയാളെ ചവിട്ടിട്ടുണർത്തുക ചെയ്യുന്നത് കേട്ടോ. ദൃഷ്ടദ്യുമ്നൻ ഉണർന്ന് നോക്കി, ഉറക്കത്തൊന്നും ഉണർന്ന് നോക്കുകയാണ്. നോക്കിയപ്പോൾ എന്താണ്, ദ്രൗണിയെ ആകെ കണ്ടറിഞ്ഞു. ദ്രൗണിയാണെന്ന്, അയ്യോ അശ്വത്ഥമാവാണല്ലോ, ദ്രൗണിയാണെന്ന് കണ്ടറിഞ്ഞിട്ട് ചാടി എഴുന്നേൽക്കാൻ ഭാവിക്കുമ്പോഴേക്കും ദ്രൗണി അയാളുടെ തലമുടിക്ക് പിടിച്ചു വലിച്ച് താഴെയിട്ട് ചവിട്ടി, തലമുടിക്ക് പിടിച്ചിട്ട് താഴെ ചവിട്ടി. മയക്കം പോകാതെ, ഉറക്കത്തിന്റെ ആ ഉറക്കച്ചടവും പോവാതെ പരിഭ്രമിച്ചിരുന്ന ദൃഷ്ടദ്യുമ്നൻ അനങ്ങാൻ കഴിഞ്ഞില്ല. അപ്പൊ ആകെ പരിഭ്രമിച്ചിരിക്കുകയാണ്, ഒന്നും കഴിഞ്ഞില്ല.
ദ്രൗണി അയാളുടെ കഴുത്തിലും നെഞ്ചിലും ചവിട്ടി നിന്ന് ഞെക്കിക്കൊല്ലാൻ തുടങ്ങുകയാണ്. എന്നിട്ടോ അപ്പൊ ദൃഷ്ടദ്യുമ്നൻ മാന്തി. അപ്പൊ അവൻ തിരിച്ചും ജീവൻ പോണ സമയത്ത്, ഞെക്കിക്കൊള്ളുന്ന സമയത്ത് കൈകൊണ്ട് മാന്തി ഒഴിക്കാൻ ശ്രമിച്ചുകൊണ്ട് എന്നിട്ട് നിരങ്ങി പറയാണ്, ആചാര്യപുത്ര, എന്നെ ശസ്ത്രം കൊണ്ട് കൊന്നേക്കൂ, താമസിക്കേണ്ട. മനുഷ്യശ്രേഷ്ഠ, അങ്ങയുടെ കൈകൊണ്ട് ഞാൻ സുഹൃതലോകങ്ങളിലേക്ക് പോകട്ടെ. പറയണം. നോക്കൂ, ആചാര്യപുത്ര, ഞാനാണ് ദ്രോണരെ കൊന്നത്, ശരിയാണ്. എന്റെ ആചാര്യന്റെ പുത്രനാണ് അങ്ങ് എന്നെ ശസ്ത്രം കൊണ്ട്, എന്നെ ആയുധം കൊണ്ട് കൊല്ലൂ. ആയുധം കൊണ്ട് കൊന്നാൽ മാത്രമേ ക്ഷത്രിയന്മാർക്ക് സ്വർഗം കിട്ടുള്ളൂ. ആയുധം കൊണ്ട് മരിച്ചാൽ മാത്രമേ അവർക്ക് സ്വർഗം കിട്ടുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ എന്നെ അങ്ങനെ ചെയ്യൂ എന്ന് പറയാണ്. കൊന്നേക്കൂ, താമസിക്കേണ്ട, എന്നെ കൊന്നോളൂ. മനുഷ്യശ്രേഷ്ഠ, നിങ്ങൾ മനുഷ്യശ്രേഷ്ഠനാണ്. അങ്ങയുടെ കൈകൊണ്ട് ഞാൻ സുഹൃത ലോകങ്ങളിലേക്ക് പോട്ടെ, എനിക്ക് സ്വർഗം കിട്ടട്ടെ എന്ന് പറയാം. അതില് ഗുരുഗാദികൾക്ക് കുലപാംസന, ലോകങ്ങളില്ല. ദ്രൗപദി പറഞ്ഞു, നീ എന്റെ ഗുരുവിനെ കൊന്നവനെ, ഈ വംശത്തില് അവനെ ഒരിക്കലും അവന് സ്വർഗം കിട്ടാൻ പാടില്ല, അല്ലെ? ഗുരുഗാദികൾക്ക് കുലപാംസന, ലോകങ്ങളില്ല, അവന് സ്വർഗം കിട്ടില്ല. അവന്റെ കുലത്തിന് പോലും സ്വർഗം കിട്ടില്ല. ഗുരുവിനെ കൊന്ന ആരാണെങ്കിലും അവന്റെ വംശത്തിന് പോലും ഒരിക്കലും മോക്ഷം കിട്ടില്ല, സ്വർഗം കിട്ടില്ല. അതുകൊണ്ട് നിന്നെ ശസ്ത്രം കൊണ്ട് കൊന്നുകൂടാ. അതിനെ ഒരിക്കലും ശസ്ത്രം കൊണ്ട് കൊന്ന, ആയുധം കൊണ്ട് കൊന്ന നിനക്ക് എന്തായാലും മോക്ഷം സ്വർഗം കിട്ടും. ആയുധം കൊണ്ട് ഞാൻ നിന്നെ കൊല്ലില്ല. ഇതും പറഞ്ഞ് അയാളുടെ മർമ്മങ്ങളിലെ പെരുവിരൽ ഊന്നി അമർത്തി കഥ കഴിച്ചു. അങ്ങനെ അവിടെ അയാളെ കഥ കഴിച്ചിട്ട് മാത്രം അങ്ങനെ ആകെ പിന്നെന്താ അവിടെ അതോടുകൂടി നോക്കുമ്പോ അവിടെ ആകെ ദൃഷ്ടദ്യുമ്നന്റെ മരണഞരക്കം ആകെ ഞരങ്ങാണ്. വലിയൊരു ശക്തനായിട്ടുള്ള ഒരാളാണല്ലോ, പാഞ്ചാലദേശത്തെ ശക്തനായിട്ടുള്ള രാജാവാണല്ലോ ദൃഷ്ടദ്യുമ്നൻ. അങ്ങനെ മരണഞരക്കം കൊണ്ട് അവിടെയുള്ള സ്ത്രീകളും കാവൽക്കാരും ഒക്കെ ഉണർന്നു. അവരാ ഞെക്കിക്കൊല കണ്ട്, ഇത് ചെകുത്താനാണോ എന്ന് ഉറപ്പിച്ച് നടുങ്ങി മിണ്ടാതെ അവരവിടെ കിടന്നു എന്ന് പറഞ്ഞു. അപ്പോ പിന്നെന്ത് ചെയ്തു? ദ്രൗണി പിന്നെ പുറത്ത് കടന്ന് മറ്റു ശിബിരങ്ങളിലേക്കാണ് പുറപ്പെട്ടപ്പോൾ ആ സ്ത്രീകളും കാവൽക്കാരും വേഗം ഓടി വരണേ, വേഗം ഇവിടുന്ന് കഴിഞ്ഞ് പിന്നെ അടുത്ത പാതിക്ക് കിടക്കുകയാണ് കൊല്ലാൻ. ഓടി വരണേ ആ സ്ത്രീകളൊക്കെ പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ നിലവിളി കൂട്ടി. അപ്പൊ കൂടാരങ്ങളിൽ ആകെ ബഹളാണ്. ദ്രൗണിയോ മുന്തിയ ആളുകളെ ചെന്ന് ചവിട്ടി കൊല്ലാൻ ചെയ്യുന്നത്. അവിടെ കാണുന്ന ഓരോ വലിയ വലിയ ആൾക്കാരൊക്കെ ചവിട്ടി കൊല്ലാൻ ചെയ്യുന്നത്. അങ്ങനെ കൊന്നിട്ട് അയാളെ വാളൂരി പിടിച്ചിട്ട് കൈക്കൽപ്പെട്ടവരെ എല്ലാം വെട്ടി വീഴ്ത്തി നടക്കണേ അദ്ദേഹം. അവരുടെ ചോര തീർച്ചിട്ട് അയാൾ ആ കൂടുതൽ ഭയങ്കര ചോരൊക്കെ നേരത്തെ തീർച്ചിട്ട് ഒരു ഭയങ്കര വേഷം, രാക്ഷസനെ പോലെയായി, അല്ലെങ്കിൽ അസുരനെ പോലെയായി മാറി നടന്നു. അതുകൊണ്ട് ആളുകൾ അയാളെ രാക്ഷസനാണോ എന്ന് എല്ലാരും ഇങ്ങനെ കണ്ണു ചിമ്മി. അപ്പോ പിന്നെ അവിടെ ദ്രൗപദിയുടെ 5 പുത്രന്മാര്, പാണ്ഡവരുടെ 5 പുത്രന്മാരും അവിടെ കിടക്കുന്നുണ്ട്, പാവം കുട്ടികള്. ആ കുട്ടികളെ കാണുമ്പോൾ 5 പുത്രന്മാരും എതിർത്തു. ഇവരൊക്കെ എഴുന്നേറ്റിട്ട് എതിർത്തു നോക്കി. കാരണം ഇദ്ദേഹത്തിന്, ഈ അശ്വത്ഥാമനെതിരെ അവരുടെ കാര്യങ്ങൾ ചെയ്തു നോക്കി. പക്ഷേ ദ്രോണി അവയെല്ലാം വയറ് പൊളിച്ചു. ചില ചെക്കന്മാരെയൊക്കെ 5 പേരിലും ചിലതിനെ പിടിച്ച് വയറ് പൊളിച്ചു, കൈവെട്ടി, തലയരിഞ്ഞു, വായില് വാളങ്ങോട്ട് കടത്തി, അങ്ങനെ കൊന്നുപോകും. പിന്നെ ശിഖണ്ഡി ഉണ്ട്. ശിഖണ്ഡി എന്ന് പറഞ്ഞ അമ്പയാണ്, അല്ലെ? പിന്നെ ഭീഷ്മരെ ഭീഷ്മരെയാണ് ഈ ശിഖണ്ഡിയെ മുൻനിർത്തിയിട്ടാണ് ഭീഷ്മരെ കൊല്ലുന്നത് അർജുനൻ. അതെന്താ വെച്ചെങ്കില് ഈ ഭീഷ്മർക്കൊരു വരം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ ലോകത്തിൽ ആർക്കും അയാളെ കൊല്ലാൻ പാടില്ല. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പിന്നെ അതേപോലെ തന്നെ രാക്ഷസന്മാർക്കും മനുഷ്യർക്കും പിശാചുകൾക്കും ആർക്കും ഈ ഭൂമിയിൽ ആർക്കും അയാളെ കൊല്ലാൻ കഴിയില്ല. പക്ഷെ ആണും പെണ്ണും അല്ലാത്ത ഒരാൾക്ക് കൊല്ലാൻ കഴിയില്ല. അങ്ങനെയാണ് ആണും പെണ്ണില്ലാത്ത ശിഖണ്ഡി. ആ ശിഖണ്ഡിയെ മുൻനിർത്തിയിട്ട് അവരിലൂടെയാണ് ഈ പിന്നെ നമ്മുടെ ഇദ്ദേഹത്തിന്റെ ഭീഷ്മ പിതാമകനെ കൊന്നത്. അപ്പൊ അവിടെ കിടക്കുന്നുണ്ട് അവൻ ശിഖണ്ഡി, ആണും പെണ്ണില്ലാത്തവനെ. ഓനെന്ത് ചെയ്തു? അമ്പയുടെ അവതാരമാണ്. അത് വേറൊരു കഥ ഉണ്ട്. അംബിക അംബാലിക അങ്ങനൊരു കഥ ഉണ്ട്. അപ്പൊ എന്തായാലും അമ്പയുടെ അവതാരമായിട്ട് വന്നാണ്. അത് പുരാണ കഥയിൽ പറയുന്നു. ആ കഥയുടെ അനുസരിച്ച് അവർക്ക് കിട്ടിയ പിന്നെ വേറെ ഇല്ലെങ്കിൽ മറ്റേ ഭീഷ്മരെ കൊല്ലാൻ വീണ്ടും പുനർജനിച്ചു വന്ന ആളാണ് ഈ ശിഖണ്ഡിയായിട്ട് അമ്പ വന്നു എന്നാ പറയുന്നത്, കഥയിൽ പറയുന്നത്. എന്താണെങ്കിലും ആ അമ്പയുടെ പുരുഷാവതാരത്തെ എന്ത് ചെയ്തു? ഇവൻ നമ്മുടെ ഈ
അശ്വത്ഥമ 3 തുണ്ടാക്കി ടക് 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 കത്തി കൊണ്ട് അരിഞ്ഞു വിട്ടു, അല്ലെങ്കിൽ വാളുകൊണ്ട് 3 തുണ്ടമാക്കി വിട്ടു നടത്തും. പിന്നെ ആളുകൾ ഉറക്കപ്പിച്ചും ഭയവും പിടിപെട്ട് ആകെ അങ്ങും ഇങ്ങും പായാണ്. അവർക്ക് ആയുധവും ഇല്ല, വസ്ത്രം ഒന്നും കയ്യിൽ കിട്ടിയില്ല. പാവം പേടിച്ചുകൊണ്ട് ചില നിലത്ത് തന്നെ അമർന്ന്, പേടിച്ച നിലത്ത് തന്നെ എന്താ ചായിക്കോട്ടെ അമർന്ന് കടന്നു ചില ആൾക്കാർ. അവരെ പകച്ചു പായുന്ന ആനകള്, കുറച്ച് ആനകളുണ്ട് അവിടെ, അത് ചവിട്ടി അരച്ചു ആനകളും പകർന്നു പോകുന്നു. അങ്ങനെ ആളുകളുടെ പലതരം നിലവിളികളെ അങ്ങനെ കൂടാരം ആകെ മുഴങ്ങി കേട്ടു അവിടെ. അങ്ങനെ അവസാനം ശിവരത്തിൽ നിന്ന് പുറത്ത് ചാടി ഓടാൻ കുറെ ചെന്നവരെ അവിടെ അവിടെ ദ്വാരത്തിനവിടെ വെച്ചിട്ട് ഓടിപ്പോവാൻ രക്ഷപ്പെടാൻ പോകുന്ന ആൾക്കാർ എന്ത് ചെയ്തു, അവിടെ വെച്ചിട്ട് കൃപരും കൃതവർമാവും ഒക്കെ കൊന്നു വീഴ്ത്തി. അങ്ങനെ എല്ലാം ആയുധ കവചാദികളെല്ലാം തൊഴുതു കൊമ്പിട്ട് നിന്നാലും ഒരുവനെയും അവർ വീട്ടില്ല. അയ്യോ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവര് വെട്ടിക്കൊന്നൊക്കെ. അങ്ങനെ പിന്നെ ദ്രൗണിയെ പ്രീണിപ്പിക്കാനായിട്ട് കൂടാരങ്ങൾക്ക് 3 വർഷം ഒരു തീയണിട്ടു ദിവസം. ദ്രൗണിക്ക് സമാധാനം കിട്ടിക്കൊണ്ട് എന്ത് ചെയ്തു, ഈ കൃപരും കൃതവർമാവും എന്ത് ചെയ്തു, ആ ഒരു ശിബിരത്തിന് തീയണിട്ട് കൊടുത്തു. അങ്ങനെ ആ വെളിച്ചത്തിൽ ദ്രൗണി നടന്ന് കൈമിടുക്കോടെ വെട്ടിക്കൊല നടത്തി. പിന്നെ കുറെ വെളിച്ചണ്ട, തീയിന്റെ വെളിച്ചം, തീപ്പന്തത്തിന്റെ വെളിച്ചം. എന്തൊരു ദയനീയമായ ചിത്രമാണ്, ദൃശ്യമാണത്. ആ ചിത്രത്തില് കാണുന്ന ജീവനുള്ളവരൊക്കെ വെട്ടി 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 വെട്ടിയിട്ട് അയാളിങ്ങനെ അങ്ങനെ വീഴ്ത്തി ഇങ്ങനെ നടന്ന് പോരുകയാണ്. പാഞ്ഞടുക്കുന്നവരെ, പാഞ്ഞൊഴിയുന്നവരെ പോലും, അടുക്കുന്നവരെയും ഒഴിയുന്നവരെയും ഒരുവനെയും അവര് ഒഴിവാക്കിയിട്ടില്ല, ഒക്കെയും കൊന്നു. മുഴുവൻ ചത്തവരും പാതി ചത്തവരുമായിട്ട് ആളുകളെ കൊണ്ട് ആകെ ഗജാശ്വങ്ങളും കൊണ്ടും അവിടെ ഗജം അവിടെ ഉണ്ട്, ആനുണ്ട്, കുതിരയുണ്ട്, പാതി ചത്ത ആൾക്കാരുണ്ട്, തല പോയ ആൾക്കാരുണ്ട്, കൈ പോയ ആൾക്കാരുണ്ട്, ഞെരുങ്ങുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ആകെ ഒരു കൂട്ട നിലവിളി കൊടുക്ക. അങ്ങനെ നിലവിളി അതൊരു മൂളലായിട്ട് അങ്ങനെ ഞെരക്കമായിട്ട് അങ്ങനെ നിശബ്ദമായി തീർന്നു. എന്തായാലും പ്രഭാതമായോട് കൂടിയിട്ട് മനുഷ്യച്ചോരയിലാണ്ട ദ്രൗണിയുടെ വാൾപ്പിടി കൈപ്പടത്തോട് അടുപ്പിച്ചിട്ട് ഒന്നായി തീർന്നതുപോലെയായി. കണ്ടോ, ആകെ പൊട്ടിക്കൊണ്ടു കയ്യിലൊക്കെ ഈ വാൾപ്പിടിയും രക്തം കൊണ്ടൊക്കെ ഒട്ടിയിട്ട് അവിടെ ആകെ ഒന്നായി തീർന്നു അർത്ഥം. അപ്പോ രാത്രി ആളുകൾ ഉറങ്ങി. എത്രയ്ക്ക് നിശബ്ദമായ ശിബിരത്തിലേക്കോ താൻ കടന്നു ചെന്നത്, ആളുകൾ കൊല്ലപ്പെട്ട് അത്രയും നിശബ്ദമായ ശിബിരത്തിൽ നിന്നും അയാൾ പുറത്തേക്ക് വന്നു പറഞ്ഞു. എന്താണൊക്കെ ദയനീയ രംഗം. കയ്യും രക്തവും വാളും കൂടി ഒട്ടിപ്പിടിച്ചോണം ഒന്നായിക്കൊണ്ട്. എന്നിട്ട് അങ്ങോട്ട് പോകുമ്പോ നിശബ്ദമാണ്, കുറഞ്ഞു കിടക്കാണല്ലോ. തിരിച്ചു പോരുമ്പോഴും ഒക്കെ കൊന്നു നശിപ്പിച്ചിട്ട് തീയിട്ട് നശിപ്പിച്ചിട്ടാണ് അവസാനം തിരിച്ചു പോന്നപ്പോഴും അങ്ങനെ ഏകാന്തമായിരുന്നു അർത്ഥം. അങ്ങനെ പുറത്തു വന്നിട്ട് 3 പേരും കഥയെല്ലാം പരസ്പരം അങ്ങോട്ട് കഥ പറഞ്ഞു 3 ആൾക്കാരും. എന്നിട്ട് കൈകൊട്ടി ഭാഗ്യം ഭാഗ്യം എന്ന് ഓർത്ത് വിളിക്കുകയാണ് 3 ആൾക്കാർ. ഒക്കെയും കൊന്നു ഭാഗ്യം ഭാഗ്യം എന്നിട്ട് വേഗം ഒരു ദുര്യോധന്റെ അടുത്തേക്ക് ഓടിപ്പോവാണ്. അവിടെ പോകുമ്പോൾ ദുര്യോധനൻ എന്ത് ചെയ്യുന്നു, കുറച്ച് ജീവനുള്ളൂ, അവന് ജീവൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം പോയി, ഇനി ഒരു ചെറിയൊരു അംശം കൂടി ജീവൻ പോകാനുള്ളൂ. അങ്ങനെ ഉണ്ടായിരുന്നു. ആ വേദന കൊണ്ട് മുഴുത്തും ശ്വാസം എടുത്ത് വലിച്ചും ചോര ഛർദിച്ചും ഇങ്ങനെ പോവാൻ നിൽക്കുക ജീവൻ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അവിടെ കുറുക്കന്മാരിങ്ങനെ കടിച്ചു വലിക്കാൻ പോവാണ്. ഇപ്പോഴും ജീവൻ പോയിട്ട് വേണം കുറുക്കൻ കടിച്ച് തിന്നാച്ച് നിൽക്കുകയാണ് ഈ ദുര്യോധനന്റെ ശരീരത്തെ. അപ്പൊ എന്ത് ചെയ്യും, ഒന്നിങ്ങോട്ട് ശ്വാസം എടുക്കുമ്പോൾ ഒന്നിങ്ങനെ ഞെട്ടും, പിന്നെ ഇങ്ങനെ അതേപോലെ ക്ഷീണിക്കും. എന്നാൽ ചോര ഇങ്ങനെ ഛർദിക്കല്ലേ, വീണ്ടും നിൽക്കും. അപ്പോഴും കുറുക്കനൊക്കെ വന്നിട്ട് കടിക്കാൻ നോക്കും. നല്ല മാംസളമായിട്ടുള്ള ശരീരമാണല്ലോ, കടിക്കാൻ നോക്കും അർത്ഥം. കടിച്ചു പിടിക്കാൻ വെമ്പാണ്. അങ്ങനെ ഓടി വന്ന് അടുത്തടുത്തിരിക്കുക കുറുക്കന്മാരും കുറുനരികളും പക്ഷികളൊക്കെ. ഈ ദുര്യോധനന്റെ ശവം കുറച്ച് നല്ല വലിയ ആളായതുകൊണ്ട് നല്ല പിന്നെ ഇറച്ചി കിട്ടുന്ന കരുതിയിട്ട് ഇങ്ങനെ നിൽക്കുക ഈ കുറുക്കനൊക്കെ. അപ്പൊ ഒരു വീർപ്പുകൾ വരും. അതിലിങ്ങനെ വരുമ്പോ ശബ്ദം ഉണ്ടാക്കുമ്പോഴേക്ക് അതിലൊക്കെ മാറും. പിന്നെ ഇങ്ങോട്ട് വരും കുറുക്കന്മാര്. അതിൽ വീണ്ടും ഒരു ശബ്ദമൊന്നും വരുന്നില്ല, ജീവൻ പോയിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. കുറച്ച് മാത്രമേ, ഒരു അംശം കൂടി മാത്രമേ പോവാനുള്ളൂ അല്ലെ. കോഴികൾ പടഞ്ഞ് പോകുമ്പോൾ പോലെ ഉണ്ടല്ലോ, അങ്ങനെ പതുക്കെ 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 ടക്ക് ടക്ക് അതേപോലത്തെ അവസ്ഥയാണ് മനുഷ്യന്റെ ഈ അവസ്ഥ. അപ്പൊ എന്താണെങ്കിലും അങ്ങനെ ആട്ടിയകറ്റുന്നുണ്ട്, അവയെ ആട്ടിയകറ്റുന്നുണ്ട് ഇയാളുള്ള സമയത്ത്. ജീവൻ പോകുന്നതിന് മുമ്പേയും ആട്ടിയകറ്റാണ്. കാരണം അത്രയും ഇതാണ് സ്ഥിതി. ചോരയിലാണ്ട ഈ 3 പേരും കുതിച്ചുകൊണ്ട് ചെന്ന് അടുത്തിരുന്നു. വേഗം 3 ആൾക്കാരും നമ്മളെ അശ്വത്ഥമാവും കൃപരും കൃതമാവും ആകെ ചോരയിലാണ്. വേഗം ഓടി ചെന്നിട്ട് ദുര്യോധന്റെ അടുത്തിരുന്നിട്ട് ദ്രൗണി പറഞ്ഞു, ദുര്യോധന ജീവിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ജീവിക്കുന്നുണ്ടല്ലോ, കേൾക്കാൻ കൊതിക്കുന്നത് കേട്ടോളൂ, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കേട്ടോളൂ. പാണ്ഡവരിൽ വാസുദേവനും സാത്വികയും ഉൾപ്പെടെ 7 പേരും ഞങ്ങൾ 3 പേരും മാത്രമേ ഇനി ബാക്കിയുള്ളൂ. കണ്ടോ, ഇനി വേറെ ആരുമില്ല. പാണ്ഡവരിലെ 5 പാണ്ഡവന്മാരും ഉണ്ട്, പിന്നെ സാത്വികി, കൃഷ്ണന്റെ തേരാളിയായിട്ടുള്ള സാത്വികി ഉണ്ട്, പിന്നെ കൃഷ്ണൻ മാത്രം. അങ്ങനെ 7 പേരും. ഞങ്ങൾ 3 പേരുകൾ ഇനി
വേറെ ഒക്കെ നശിച്ചു, ഒക്കെ ഇനി ബാക്കിയൊന്നുമില്ല. ദ്രൗപദിയുടെ മക്കളും ദൃഷ്ടദ്യുനെയും പാഞ്ചാലന്മാരെയും ഒക്കെ ഞങ്ങൾ ഒക്കെ കൊന്നു, ഒക്കെ കൊല്ലപ്പെട്ടു. ചൈതന്യനെല്ലാം പകരം വീട്ടി, ഒക്കെ വീട്ടിൽ ഞങ്ങൾ പകരം വീട്ടി. ദൃഷ്ടദ്യുനെ ഞെക്കി കൊന്നു ദുര്യോധന, ദൃഷ്ടദ്യുനെ ഞങ്ങൾ ഞെക്കി കൊന്നു. അതിന് കേട്ടോടുകൂടിയും ദുര്യോധനന്റെ മുഖത്തൊരു ചൈതന്യം വീണ്ടും വന്നു, ഒരു വീർപ്പ് വന്നു. എനിക്ക് ഭീഷ്മരും കർണനും ദ്രോണരും ചെയ്തു തരാത്തത് നിങ്ങൾ 3 പേരും കൂടി ചെയ്തു തന്നല്ലോ അല്ലേ? എനിക്ക് ഇവരൊന്നും ചെയ്തു തരാത്തത് നിങ്ങൾ 3 പേരും തന്നല്ലോ. ആ ചെറ്റ ശിഖണ്ഡിയെ കൊന്നതിൽ ഞാനിന്ന് ഇന്ദ്രനെ പോലെയായ ചെറ്റ ശിഖണ്ഡി, ആണും പിള്ളാത്ത ചെറ്റ ശിഖണ്ഡിയെ കൊന്നില്ല നിങ്ങളെ. അപ്പൊ ഞാനിന്ന് ഇന്ദ്രനെ പോലെയായി, ഞാൻ അത്രയും പേരുകെട്ട ആളായി, എനിക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ടായി, എനിക്ക് വലിയ സന്തോഷമായി എന്ന് പറയാണ്. നിങ്ങൾക്ക് നല്ലത് വരട്ടെ, സ്വസ്തി, ഇനി സ്വർഗത്തിൽ കാണാം. അയാളുടെ ശബ്ദം നിന്നു, പ്രാണൻ പിടിഞ്ഞു, അയാളുടെ ശരീരം ഭൂമിയിൽ അമർന്നു, പ്രാണൻ സ്വർഗത്തിലേക്ക് പോയി. ഓക്കെ.